ഷിഫാന, അവിടെ കിടക്കടി, അടങ്ങി. ഇക്ക, എനിക്ക് ക്ഷീണമാണ്, എന്നെ കൊണ്ട് കഴിയുന്നില്ല. അല്ലെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ എപ്പോഴും ഈ ക്ഷീണം എന്നുള്ള ഇതല്ലാതെ നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഏത് സമയവും മര്യാദക്ക് അവിടെ സഹകരിക്ക് എന്നോട്. അങ്ങനെയല്ലെങ്കിലേ ഞാൻ മറ്റു വല്ലതും തീരുമാനിക്കും. മനസ്സിലായല്ലോ? അടങ്ങിക്കിടക്ക ഇവിടെ. ഇക്ക, എനിക്ക് വല്ലാത്ത തലവേദനിക്കുന്നു, എനിക്ക് കഴിയുന്നില്ല. എനിക്കാകെ എന്തൊക്കെയോ ആവുകയാണ്. കൈകാലുകൾ വല്ലാതെ കടയുന്നു, തലവേദനിക്കുന്നു, പനി ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു. ഞാൻ എന്ത് ചോദിച്ചാൽ നിനക്ക് ഇത് തന്നെ കേസ്, വേറൊന്നുമില്ല. അല്ല പിന്നെ ഏത് നിമിഷത്തിലാണ് ഇവളെ കെട്ടിയെടുക്കാൻ തോന്നിയത് എന്നാവോ? ബെഡ്റൂമിൽ നിന്ന് ഭർത്താവ് നിയാസിൻ്റെ പ്രതികരണം. എന്നാൽ പാവം ഷിഫാന, അവൾ അവിടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെ അദ്ദേഹത്തോട് സഹകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. നീ ഇങ്ങനെ ജീവച്ഛവം പോലെ കിടന്നിട്ട് എന്ത് കിട്ടാനാ? തീരെ ഒരു ഭർത്താവിനോട് കൂറ് പുലർത്താത്തൊരു ഭാര്യ. അതെ, ആദ്യം പറഞ്ഞേക്കാം, ഞാൻ വേറെ നോക്കൂ, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാൽ അവൾ കണ്ണീരൊഴുക്കുകയായിരുന്നു. അതെ, തൻ്റെ ഭർത്താവിനോട് എനിക്ക് ശരിക്ക് സഹകരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും തളർന്നു പോകുകയാണ്. കാര്യം എന്തായിരിക്കും? നമുക്ക് ഷിഫാനയുടെ ജീവിതത്തിലേക്ക് കടക്കാം. വേനൽ അവധിക്കാലം കഴിഞ്ഞ് കോളേജ് വീണ്ടും സജീവമായ ദിവസങ്ങളിലൊന്നാണ് നിയാസ് അവളെ ആദ്യമായി കാണുന്നത്. കോളേജ് ആർട്സ് ഫെസ്റ്റിവലിൻ്റെ തിരക്കുകളിലായിരുന്നു ക്യാമ്പസ്. വർണ്ണക്കടലാസുകളും പന്തലുകളും പാട്ടിൻ്റെ ഈണങ്ങളും നിറഞ്ഞ അന്തരീക്ഷം. കോളേജിന് തൊട്ടടുത്തുള്ള PWD സബ് ഡിവിഷൻ ഓഫീസിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് നിയാസ്. ഓഫീസിൻ്റെ വരാന്തയിൽ ഇരുന്ന് അടുത്ത മാസത്തെ റോഡ് നിർമ്മാണത്തിൻ്റെ പ്ലാൻ പരിശോധിക്കുമ്പോഴാണ് റോഡരികിലൂടെ കൂട്ടുകാരികൾക്കൊപ്പം ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഷിഫാനയെ അവൻ ശ്രദ്ധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാളുടെയും കണ്ണുകൾ ഉടക്കിപ്പോകുന്ന സൗന്ദര്യം, വടിവൊത്ത ശരീരം, വെളുത്തു തുടുത്ത കവിളുകൾ, നീളമുള്ള മുടി, അതിനേക്കാളേറെ കറുത്തു തിളങ്ങുന്ന കണ്ണുകൾ. ഒരു നിമിഷം നിയാസിൻ്റെ കയ്യിലെ പേന നിലത്ത് വീണു. അവൻ ആ കാഴ്ചയിൽ തറഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അന്ന് തുടങ്ങിയതാണ് ആ നോട്ടം. ഷിഫാന രാവിലെ കോളേജിലേക്ക് വരുമ്പോഴും വൈകുന്നേരം തിരികെ പോകുമ്പോഴും നിയാസ് ഓഫീസിൻ്റെ വരാന്തയിലോ അല്ലെങ്കിൽ ഗേറ്റിനടുത്തുള്ള ചായക്കടയിലോ ഉണ്ടാകും. വല്ലപ്പോഴും മാത്രമാണ് ഷിഫാന അവൻ്റെ നേരം നോക്കാറുള്ളത്. പക്ഷേ ആ നോട്ടം മതിയായിരുന്നു നിയാസിൻ്റെ ഒരു ദിവസത്തെ സന്തോഷത്തിന്. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയെങ്കിലും നിയാസിൻ്റെ മനസ്സ് മുഴുവൻ ആ 20കാരി പെൺകുട്ടിയിലായിരുന്നു. വീട്ടിലെത്തിയാൽ മറ്റൊരു പരീക്ഷണമാണ് നിയാസിനുണ്ടാവുക. ഉമ്മ സുഹറയുടെ കല്യാണ വർത്തമാനം. ഉപ്പ മരിച്ചതിന് ശേഷം നിയാസിനെ വളർത്തി വലിയൊരു നിലക്കാക്കിയത് ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ വാക്കുകളെ എതിർക്കാൻ അവൻക്ക് ഭയമായിരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ വരാന്തയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നിയാസിൻ്റെ അടുത്തേക്ക് ഉമ്മ വന്നു. മോനെ നിയാസേ, ഇങ്ങനെ നടന്ന് സമയം കളഞ്ഞാൽ മതിയോ? നിനക്കൊരു പെണ്ണൊന്നും കെട്ടണ്ടേ? ഉമ്മയുടെ ചോദ്യം കേട്ട് നിയാസ് ചായക്കോപ്പ് താഴെ വെച്ചു. അവൻ പതുക്കെ പറഞ്ഞു, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. എന്താടാ ഈ പറയണത്? നിന്റെ ഒപ്പം പഠിച്ച നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ കുട്ടികളും മക്കളുമായി. ഈ ഇങ്ങനെ നിന്നാൽ മതിയോ? നീ ഇവിടെ ഇങ്ങനെ ഡിസൈനും പ്ലാനും വരച്ചുകൊണ്ടിരുന്നോ? പള്ളിയിലെ ബ്രോക്കർ മൂസാജ് ഇന്നലെയും വന്നിരുന്നു. നല്ലൊരു തറവാട്ടിലൊരു കുട്ടിയുണ്ട് അത്രേ. അടുത്ത ആഴ്ച നമുക്കൊന്ന് കാണാൻ പോയാലോ? നിയാസിൻ്റെ മനസ്സിൽ ആ നിമിഷം ഷിഫാനയുടെ മുഖം മാത്രമാണ് തെളിഞ്ഞു വന്നത്. ഷിഫാനയില്ലാതെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവന് കഴിയുമായിരുന്നില്ല. പക്ഷേ കോളേജ് വിദ്യാർത്ഥിനിയായ ആ കുട്ടിയെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മ എങ്ങനെ സ്വീകരിക്കും? താൻ എഞ്ചിനീയറും അവൾ വിദ്യാർത്ഥിനിയും. വീട്ടുകാർ സമ്മതിക്കുമോ? ഉമ്മ, എന്താ നിങ്ങളീ പറയുന്നത്? എനിക്കിപ്പോൾ കല്യാണം ഒന്നും ആലോചിക്കേണ്ട. എനിക്ക് കുറച്ചുകൂടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആക്കട്ടെ. നിയാസ് ഒഴിവ് കഴിവ് പറഞ്ഞു. ഓ, വരും വരും. ഇനിയിപ്പോളേ എൻ്റെ ഖബറിലേക്ക് കാല് നീട്ടുന്ന സമയത്ത് നിനക്ക് തോന്നിയാൽ മതിയല്ലോ. ഞാൻ മണ്ണടിയുന്നതിന് മുമ്പ് നിൻ്റെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് ഭാഗ്യമില്ല നിയാസേ. ഉമ്മ ദേഷ്യവും വിഷമവും കലർന്ന ശബ്ദത്തിൽ ശകാരിച്ചു. നിയാസ് ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു. ഷിഫാനയോടുള്ള പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഉമ്മയോട് സത്യം പറയാൻ കഴിയാത്തതിൻ്റെ വിഷമം അവനെ അലട്ടി. ഉമ്മ പറഞ്ഞ കാര്യവും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ നിയാസിൻ്റെ മനസ്സിലാകപ്പാടൊരു വിഷയം. അതെ, ഷിഫാന, അവളോട് ഇതുവരെയായിട്ട് ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് അവളോടൊന്ന് വിവാഹക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും ഇന്ന് ക്യാമ്പസിൽ നിന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് പറയണം. മഴ പെയ്ത് തോർന്ന ആ വൈകുന്നേരമായിരുന്നു അത്.
ക്യാമ്പസിൻ്റെ മരച്ചില്ലകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. പതിവ് പോലെ ഓഫീസിലെ ജനാലക്കരികിൽ നിൽക്കുകയായിരുന്ന നിയാസിൻ്റെ ഉള്ളിൽ അന്ന് ചെറിയൊരു ഭയവും ഒപ്പം വലിയൊരു നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. ഇനി വൈകിച്ചാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. ഉമ്മ വീട്ടിൽ ബ്രോക്കറുടെ കൂടെ പെണ്ണുകാണലിനുള്ള ദിവസങ്ങൾ എണ്ണുകയാണ്. കോളേജ് ഗേറ്റ് കടന്ന് ഷിഫാന അന്ന് തനിച്ചാണ് അങ്ങോട്ട് നടന്നു വന്നത്. കൂട്ടുകാരികൾ ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നീങ്ങുന്ന അവൾക്ക് പിന്നാലെ നിയാസ് തൻ്റെ ബൈക്കുമായി പതുക്കെ ചെന്നു. ഷിഫാന. ആദ്യമായിട്ടാണ് അവളെ പേര് വിളിക്കുന്നത് കേട്ടത്. അവൻ പെട്ടെന്ന് ഒരു അപരിചിതൻ്റെ വിളി കേട്ട് ഷിഫാന ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുൻപിൽ നിൽക്കുന്നത് തൊട്ടടുത്ത ഓഫീസിലെ സബ് എഞ്ചിനീയറാണ്. പലപ്പോഴും തൻ്റെ വഴിയിൽ സാന്നിധ്യമായി നിൽക്കാറുള്ള ആ ചെറുപ്പക്കാരനെ അവൾക്കും പരിചയമുണ്ടായിരുന്നു. എഞ്ചിനീയർ സാറോ, എന്താ? അവൾ അത്ഭുതത്തോടെയും അല്പം സംശയത്തോടെയും ചോദിച്ചു. എനിക്ക് ഷിഫാനയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മാറി നിൽക്കാമോ? ബസ് സ്റ്റോപ്പിലെ തിരക്കിൽ നിന്നും അല്പം മാറി മരത്തണലിലേക്ക് അവർ നടന്നു. നിയാസിൻ്റെ ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. റോഡ് പ്ലാനുകളും ബിൽഡിംഗ് ഡിസൈനുകളും വരയ്ക്കുമ്പോൾ ഉണ്ടാകാത്ത ഒരു വിറയൽ അവൻ്റെ വിരലുകളിൽ പടർന്നു. ഷിഫാന, ഞാൻ അധികം വളച്ചു കെട്ടാതെ കാര്യം പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഷിഫാനയെ കണ്ടുകൊണ്ടാണ്. വെറുമൊരു ആഗ്രഹമല്ല ഇത്. എനിക്ക് ഷിഫാനയെ കല്യാണം കഴിക്കണമെന്നുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഷിഫാന മാത്രമാണ്. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ഷിഫാന ഒരു നിമിഷം തരിച്ചു നിന്നു. അവളുടെ കണ്ണുകളുടെ ചോദ്യം കേട്ട് നിയാസ് ചായക്കോപ്പ് താഴെ വെച്ചു. അവൻ പതുക്കെ പറഞ്ഞു, ഞാൻ എപ്പോഴും പഠിക്കുകയല്ലേ, എൻ്റെ വീട്ടിൽ ഇതൊന്നും. അവൾ പതുക്കെ പറഞ്ഞു, എനിക്കറിയാം ഷിഫാന, പഠനം കഴിയട്ടെ. അതിനു മുമ്പ് എനിക്കൊരു ഉറപ്പ് വേണം. ഷിഫാനയുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വീട്ടിലും സംസാരിക്കാം. ഷിഫാനയും വീട്ടിൽ സംസാരിക്കണം. ഷിഫാന തല താഴ്ത്തി. കുറച്ചു നിമിഷത്തെ മൗനത്തിനു ശേഷം ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, എന്നും ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്ന സാറിനെ ഞാനും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ നിയാസിൻ്റെ ഉള്ളിൽ 1000 പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ തോന്നി. വീട്ടിലെത്തിയപ്പോൾ നിയാസിൻ്റെ മനസ്സ് പ്രകാശഭരിതമായിരുന്നു. എങ്കിലും ഉമ്മയോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കും എന്ന ആദി അവന് വിടാതെ പിന്തുടർന്നു. ഉമ്മ ഉമ്മറത്ത് വരാന്തയിൽ ഇരുന്ന് ബ്രോക്കർ കൊടുത്ത പെൺകുട്ടികളുടെ ചിത്രങ്ങൾ നോക്കുകയായിരുന്നു. മോനെ നിയാസേ, ഇങ്ങോട്ട് വന്നേ. ദാ ഈ മൂവാറ്റുപുഴയിലെ കുട്ടിയുടെ ഫോട്ടോ കണ്ടോ? എന്തൊരു ഐശ്വര്യമുള്ള മുഖമാ. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അങ്ങോട്ട് പോയാലോ? ഉമ്മ ആവേശത്തോടെ ചോദിച്ചു. നിയാസ് ഉമ്മയുടെ അടുത്തിരുന്നു. ഉമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൻ ആഴത്തിൽ ഒരു ശ്വാസമെടുത്തു. ഉമ്മ, എന്നോട് ക്ഷമിക്കണം. ഉമ്മ കാണിക്കുന്ന ഒരു കുട്ടിയെയും എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല. ഉമ്മയുടെ കയ്യിലെ ഫോട്ടോ താഴെ വീണു. സുഹർ താത്തയുടെ മുഖത്ത് ദേഷ്യവും വിഷമവും ഒന്നുപോലെ തെളിഞ്ഞു. നീ എന്താടേ പറയുന്നത് നിയാസേ? നിനക്ക് ഇതുവരെ പെണ്ണുങ്ങളെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഇപ്പോൾ എന്താ പുതിയൊരു വർത്താനം? ഉമ്മ, എൻ്റെ മനസ്സിലൊരാളുണ്ട്. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഷിഫാന. ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിനടുത്തുള്ള കോളേജിലാണ് പഠിക്കുന്നത്. നല്ല കുടുംബത്തിലെ കുട്ടിയാവുമ്മ. എനിക്ക് അവളെ അല്ലാതെ വേറൊരാളെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സുഹറത്താത്ത ഒരു നിമിഷം മകനെ അന്തം വിട്ട് നോക്കി. താൻ ഇത്രയും നാൾ ആലോചിച്ചതും പ്ലാൻ ചെയ്തതുമൊക്കെ വെറുതെയായോ എന്ന സങ്കടം ആ ഒരൊറ്റ നിമിഷത്തിൽ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്നിട്ട് നീ ഇതുവരെ ഉമ്മയോട് ഇത് മറച്ചു വെച്ചു അല്ലേ നിയാസേ? എന്നോടിത് ഒരു വാക്ക് പറയാൻ നിനക്ക് തോന്നാതിരുന്നത് എന്താ? ഉമ്മയുടെ ശബ്ദത്തിൽ കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു. എനിക്ക് ഭയമായിരുന്നു ഉമ്മ. ഉമ്മ വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ടാ. ഉമ്മ അറിയാതെ ഞാനൊന്നും ചെയ്യില്ല. ഉമ്മ വന്ന് കണ്ട് ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ കല്യാണത്തിന് മുൻപോട്ട് പോകൂ. ഉമ്മയല്ലേ എനിക്കെല്ലാം. ഉമ്മ സമ്മതിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിച്ച നിയാസിന് വലിയൊരു പ്രഹരമായിരുന്നു അടുത്ത ദിവസം ലഭിച്ചത്. ഉമ്മയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് വെറുമൊരു മരുമകളെയല്ല, മറിച്ച് തങ്ങളുടെ കുടുംബത്തിന് ചേർന്ന പൊന്നും പണ്ടവും കൊണ്ടുവരുന്ന ഒരു പെണ്ണിനെയായിരുന്നു ഉമ്മ ആഗ്രഹിച്ചിരുന്നത്. അന്ന് വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ഉമ്മ സുഹറ തൻ്റെ മനസ്സിലിരിപ്പ് പൂർണ്ണമായും വെളിപ്പെടുത്തി. ഉമ്മയുടെ മുഖത്ത് മുൻപത്തേക്കാൾ ഗൗരവവും കടുപ്പവുമുള്ളത് നിയാസ് ശ്രദ്ധിച്ചു.
ആ നോക്കട്ടെ, ഇജ്ജ് കണ്ടുപിടിച്ച പെണ്ണ്. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? എവിടുന്നെങ്കിലൊക്കെ കണ്ടുപിടിച്ചതൊക്കെ ഈ കാലത്തെ കുട്ടികൾക്കേ താല്പര്യമുള്ളൂ. ബ്രോക്കർമാർ കൊണ്ടുവരുന്ന നല്ല നല്ല കുടുംബത്തിലെ കുട്ടികളൊന്നും ആർക്കും വേണ്ട. എന്തായാലും നീ കണ്ടുപിടിച്ച പെണ്ണല്ലേ, നമുക്ക് പോയി നോക്കാം. പക്ഷേ നിയാസേ, ഞാൻ എന്നോടൊരു കാര്യം വ്യക്തമായി പറയാം. ഉമ്മ ചായക്കോപ്പ് മേശപ്പുറത്ത് വെച്ച് നിയാസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പെണ്ണ് ഏത് ചാണപ്പറമ്പിലെ പെണ്ണാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മണ്ടയിലൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. പൊന്നും പണം നല്ലോണം വേണം. മനസ്സിലായല്ലോ? ആ, പറഞ്ഞില്ല എന്ന് വേണ്ട. സ്ത്രീധനം പൊന്നും ഒരുപാട് വേണമെന്ന് മനസ്സിലായില്ലെങ്കിൽ കേട്ടോ. ഒരു എൻജിനീയറായ എൻ്റെ മകനെ കെട്ടിക്കൊണ്ട് പോകുമ്പോഴേ ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. പണവും പണ്ടും അല്ലാതെ വെറും കൈയോടെ വരുന്ന ഒരു പെണ്ണിനെയും ഈ വീടിൻ്റെ പടി കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ നിയാസിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അവൻ വാതിൽപ്പടിയിൽ തളർന്നിരുന്നു. ഷിഫാന ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവളുടെ ഉപ്പ ചെറിയൊരു തയ്യൽ കട നടത്തുന്ന ആളാണ്. വലിയ പണക്കാരോ പണമോ സ്വർണമോ വാരിക്കോരി കൊടുക്കാൻ ശേഷിയുള്ളവരല്ല അവർ. മാത്രമല്ല അനിയത്തികളുണ്ടെന്ന് തോന്നുന്നു. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? പണവും പൊന്നും നോക്കിയാണോ നമ്മൾ കല്യാണം കഴിക്കേണ്ടത്? ഷിഫാനയുടെ വീട്ടുകാർ പാവങ്ങളാണ്. അവരെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല ഉമ്മ. ഇനി ആ സങ്കടത്തോടെയും അപേക്ഷാരൂപത്തിലും പറഞ്ഞു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പാവപ്പെട്ട വീട്ടിൽ നിന്ന് നീ എന്തിനാ പെണ്ണ് കാണാൻ പോയത്? ഇതെന്തിനാ ഓളെ ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കണ്ടേ? എന്നിട്ടല്ലേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ? ശരിക്കും ഉമ്മയുടെ ന്യായീകരണം അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഇടി പൊട്ടി. എങ്ങനെ അത് ഇഷ്ടം തോന്നുന്നത് മനസ്സിൽ നിന്നാണ്, അല്ലാതെ അവരുടെ സാമ്പത്തിക ശേഷി നോക്കിയിട്ടോ പണമോ നോക്കിയിട്ടോ ഒന്നും അല്ലല്ലോ റബ്ബേ. ഒന്നുമില്ലെങ്കിൽ നാട്ടുകാരും ബന്ധുക്കളെ ചോദിക്കൂലേ എൻ്റെ എൻജിനീയറായ മോൻക്ക് എത്ര പൊന്നും പണ്ടും കിട്ടിയിരിക്കണമെന്നുള്ളത്? ഒരു പവൻ പോലും കുറയാൻ പറ്റൂല. അതവർക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം ആ പെണ്ണിൻ്റെ കാര്യം കൊണ്ട് മുന്നോട്ട് പോയാൽ മതി, ഉമ്മ തീർത്ത് പറഞ്ഞു. മുറിയിലെത്തിയ നിയാസ് തലയിണകളിലേക്ക് മുഖമമർത്തി കിടന്നു. അവൻ്റെ മനസ്സിൽ പടച്ചവനോടുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു. പടച്ചവനെ, ഈ കാലത്ത് ഇങ്ങനെ സ്ത്രീധനവും പൊന്നും ചോദിക്കുന്നത് എത്ര വലിയ തെറ്റാണ്. ഷിഫാനയോട് ഞാൻ ഇതെങ്ങനെ പറയും? അവളുടെ ഉപ്പയുടെ മുന്നിൽ കൈനീട്ടി പണം ചോദിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? പക്ഷെ ഉമ്മയുടെ ആവശ്യത്തെ എതിർത്ത് സംസാരിച്ചാൽ ഉമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എൻ്റെ ഷിഫാനിയെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നിയാസിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഒരു വശത്ത് താൻ അളവറ്റ രീതിയിൽ സ്നേഹിക്കുന്ന ഷിഫാനയും അവളുടെ നിഷ്കളങ്കമായ കുടുംബവും, മറുവശത്ത് തന്നെ വളർത്തി വലുതാക്കിയ സ്വന്തം ഷാട്യങ്ങളിൽ നിന്ന് മാറാത്ത ഉമ്മ. ആ രാത്രി നിയാസിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉമ്മയുടെ വാശി കാരണം ഷിഫാനയുടെ ബന്ധം തകരുമോ അതോ ഈ ബന്ധം അവിടെ വെച്ച് അവസാനിക്കുമോ എന്ന ചോദ്യം അവൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ആ വെള്ളിയാഴ്ച നിയാസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു. ആകാശത്ത് കാർമേഘങ്ങൾ വിങ്ങി നിറഞ്ഞിരുന്നു. PWD ഓഫീസിന് സമീപമുള്ള വഴിയിലൂടെ പലപ്പോഴും കണ്ണു നിറയെ കണ്ട ആ കൊച്ചു വീടിന് മുമ്പിലേക്കാണ് ഇന്ന് നിയാസും കുടുംബവും വണ്ടി ഇറങ്ങുന്നത്. അതെ, മനമില്ലാ മനസ്സോടുകൂടെ ഉമ്മ അത് സമ്മതിച്ചതായിരുന്നു. ഉമ്മ സുഹറ പട്ടുസാരിയുടെ തലപ്പ് ഒന്നുകൂടി മുറുക്കിയെടുത്തു. ഒപ്പം നിയാസിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഫൈസലും മൂത്താപ്പയും വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിയാസിൻ്റെ കണ്ണുകൾ വീടിൻ്റെ മുറ്റത്ത് തുന്നൽ മെഷീൻ്റെ ശബ്ദം കേട്ടിരുന്ന ആ ചെറിയ വരാന്തയിലേക്കാണ് പോയത്. ഷിഫാനയുടെ ഉപ്പ മൊയ്തീൻ ഹാജി അങ്ങേയറ്റം ആദരവോടെയും സങ്കോചത്തോടെയും അവരെ സ്വീകരിക്കാൻ മുറ്റത്തേക്ക് വന്നു. വെരി കയറിയിരിക്കി. ഇളം നീല കുപ്പായമണിഞ്ഞ മൊയ്തീൻ ഹാജി തൻ്റെ കൈകൾ കൂപ്പി വണങ്ങി. വളരെ ചെറിയ ഉമ്മറവും അതിനോട് ചേർന്ന ചെറിയൊരു സലൂണുമാണ് ആ വീട്. പെയിൻ്റൊക്കെ അല്പം ഇളകി തുടങ്ങിയ ഭിത്തികളിൽ ഷിഫാനയുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഉപന്യാസ മത്സര സർട്ടിഫിക്കറ്റുകളും ഫ്രെയിം ചെയ്ത ഖുർആൻ സൂക്തങ്ങളും തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഒരു എഞ്ചിനീയറുടെ കുടുംബത്തെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നതിൻ്റെ പരമാവധി വൃത്തിയും പ്രൗഢിയും ആ ചെറിയ വീട്ടിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുറിയിലെ പ്ലാസ്റ്റിക് കസേരകളിൽ നിയാസിൻ്റെ ഉമ്മയും ജ്യേഷ്ഠനും ഇരുന്നു. നിയാസ് ഒരു മൂലയിൽ തല താഴ്ത്തിയിരുന്നു. അവൻ ഷിഫാനയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും വിറക്കുന്ന കൈകൾ കാണുമ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി. കുറച്ച് സമയത്തിനകം ചായയും സ്നാക്കുമായി ഷിഫാന മുന്നിലേക്ക് വന്നു. തട്ടമിട്ട് അല്പം പേടിയോടെയും ലജ്ജയോടെയും ചായപാത്രവും പിടിച്ച് നടന്നു വരുന്ന ഷിഫാനയെ കണ്ടപ്പോൾ സുഹറയുടെ കണ്ണുകൾ പെട്ടെന്ന് അവളുടെ ആഭരണങ്ങളിലേക്ക് പാഞ്ഞു. കഴുത്തിൽ നേർത്തൊരു സ്വർണ്ണച്ചെയിനും കാതിലൊരു കമ്മലും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഷിഫാന എല്ലാവർക്കും ചായ കൊടുത്തു. നിയാസിന് ചായ നീട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ നേർക്ക് നീണ്ടു. എല്ലാം നല്ല രീതിയിൽ നടക്കുമോ?
എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അവരുടെ കണ്ണുകളിൽ. അവൻ ആ ചായക്കോപ്പ വാങ്ങി. ഷിഫാന അകത്തേക്ക് പോയതും ഉമ്മ സുഹറ തൊണ്ടനക്കി സംഭാഷണത്തിൻ്റെ ഗതി മാറ്റി. ആ പിന്നെ മൊയ്തീൻ കാക്ക, അപ്പോൾ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. പെണ്ണ് കാണാനൊക്കെ നല്ല മൊഞ്ചും ചേലൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നമുക്കൊരു കാര്യം നമ്മളൊരു കാര്യം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. സുഹറയുടെ ശബ്ദത്തിൽ ഒരുവിധം ഗൗരവം നിറഞ്ഞു. മൊയ്തീൻ ഹാജി കൈകൾ കൂട്ടിക്കെട്ടി കേൾക്കാൻ തയ്യാറായി. പറഞ്ഞോളൂ സുഹൃത്താത്ത, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ മോൻ നിയാസ് സാധാരണക്കാരനല്ല, അസിസ്റ്റൻ്റ് എൻജിനീയറാണ്. നാളെ അവൻ എക്സിക്യൂട്ടീവ് എൻജിനീയർ ആകാനുള്ള യോഗമുണ്ട്. നാട്ടിൽ ഞങ്ങൾക്കൊരു അന്തസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചോദിക്കുക, കുട്ടിക്കിപ്പോൾ കല്യാണത്തിന് ഇപ്പോൾ എത്ര പവൻ തരാൻ പറ്റും? പിന്നെ ചെക്കന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയാണ്? സുഹറയുടെ ചോദ്യം കേട്ട് ആ ചെറിയ മുറിയിൽ നിന്ന് പെട്ടെന്ന് ശ്മശാന മൂകത പടർന്നു. ഷിഫാനയുടെ ഉപ്പയുടെ മുഖത്തെ ചിരി മാഞ്ഞു പോയി. വരാന്തയുടെ മറവിൽ നിന്നിരുന്ന ഷിഫാനയുടെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മൊയ്തീൻ ഹാജി വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അത് സൂറാത്ത, ഞാൻ അല്പം തയ്യൽ പണി ചെയ്തും ഉള്ള ചെറിയ സമ്പാദ്യം വെച്ചുമാണ് വീട് പുലർത്തുന്നത്. ഷിഫാനയുടെ പഠിപ്പും കാര്യങ്ങളും പിന്നെ ഞാനൊരു 10 പവനോളം പൊരുത്തപ്പെട്ട് സംഘടിപ്പിക്കാം എന്ന് കരുതുന്നു. പിന്നെ ചെക്കനൊരു ബൈക്കും എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ലോണെങ്കിലും എടുത്ത് വാങ്ങിത്തരാം. പിന്നൊരു വസ്ത്രവും. 10 പവനോ? സുഹറാത്ത് പൊട്ടിത്തെറിച്ചു. അവർ കസാലയിൽ നിന്ന് എഴുന്നേറ്റു. 10 പവൻ സ്വർണം മേടിച്ചു വരാനേ? എൻ്റെ മോനെ കവലയിലെ കൂലിപ്പണിക്കാരനല്ല. ഒരു എഞ്ചിനീയറെ കെട്ടിക്കൊണ്ടു പോകുമ്പോൾ ചുരുങ്ങിയത് 50 പവനെങ്കിലും വേണ്ടേ? കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും ക്യാഷ് വേണം. ഇതൊക്കെ നാട്ടു നടപ്പല്ലേ? മുന്നിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് നാണക്കേടല്ലേ? ഉമ്മ നിർത്ത്, നിയാസ് പറഞ്ഞു. ഉമ്മ എന്തൊക്കെയാ പറയുന്നത്? പണത്തിനും പൊന്നിനും വേണ്ടിയാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഷിഫാനയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. നിയാസിൻ്റെ ശബ്ദം വിറച്ചു. നീ മിണ്ടരുത് നിയാസെ. സുഹ്റ മകന് നേരെ വിരൽ ചൂണ്ടി. ഞാൻ നിന്നെ വളർത്തിയത് ഇങ്ങനൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് സൗജന്യമായി പെണ്ണ് കെട്ടിക്കാനല്ല. എനിക്കെൻ്റെ മകൻ അന്തസ്സിന് ചേർന്നത് വേണം. തരാൻ പറ്റുമെങ്കിൽ മാത്രം ആലോചന മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു. ആ സമയം അകത്ത് നിന്ന് ഷിഫാനയുടെ ഉപ്പ മൊയ്തീൻ ക നിയാസിൻ്റെ ഉമ്മയുടെ കാൽക്കൽ വീഴാത്ത കുറവായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സുഹറാത്ത, എൻ്റെ മോൾക്ക് എൻജിനീയർ സാറിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ 50 പവനും 10 ലക്ഷവും ഈ ആയുസ്സിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത തുകയാണ്. എൻ്റെ തയ്യൽക്കട വിറ്റാലും അത് തികയില്ലല്ലോ. ഈ വീട് വിറ്റാലും തികയില്ല. എന്നോട് ദയവുണ്ടാകണം. ഷിഫാന കരഞ്ഞുകൊണ്ട് അകത്ത് നിന്ന് ഓടി വന്ന് ഉപ്പയെ താങ്ങി പിടിച്ചു. ഉപ്പ കരയല്ലേ, എന്നെ ആർക്കും പണവും പൊന്നും കൊടുത്ത് വിൽക്കണ്ട. ഉമ്മയോട് പറയൂ, എനിക്ക് ആരുടെയും ഭിക്ഷ വേണ്ട. ഷിഫാന കണ്ണീരോടെ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കെട്ടിപ്പിടിച്ചു. ഷിഫാനയുടെ കണ്ണുകളിൽ വലിയൊരു അഭിമാനത്തിൻ്റെ കനലുണ്ടായിരുന്നു. നിയാസ് ജനാലക്കരികിലേക്ക് മാറി നിന്ന് കൈകൾ കൊണ്ട് മുഖം പൊത്തി. അവൻ കരഞ്ഞുപോയി. സ്വന്തം ഉമ്മയുടെ ക്രൂരമായ പെരുമാറ്റത്തിന് മുമ്പിൽ താൻ ഏറെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെയും അവളുടെ ഉപ്പയുടെയും ആത്മാഭിമാനം തകർന്നടിയുന്നത് അവൻ നോക്കിക്കണ്ടു. എന്നാൽ വാ പോകാം, ഇനി ഇവിടെ എന്നാലേ നമുക്ക് കൂടുതൽ നാണക്കേടാണ്. സുഹറ വീടിന് പുറത്തേക്ക് നടന്നു. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നിയാസ് തിരിഞ്ഞു നോക്കി. ഷിഫാനയുടെ വിതുമ്പുന്ന മുഖവും അവളുടെ ഉപ്പയുടെ തളർന്ന ഇരിപ്പും അവൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുറിവായി മാറി. ആ ബന്ധം അവിടെ വെച്ച് തകരുന്ന മട്ടിലായി. ഷിഫാനയുടെ വീട്ടിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ദിവസങ്ങളിൽ നിയാസിന് ഉറക്കമോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. അവൻ ഓരോ നിമിഷവും നീറിപ്പുകഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഷിഫാനയുടെ ഉപ്പയുടെ വിറക്കുന്ന കൈകളും കണ്ണീരടഞ്ഞ കണ്ണുകളോടെ ഷിഫാന പറഞ്ഞ വാക്കുകളുമായിരുന്നു അവൻ്റെ മനസ്സിൽ. എന്നെ ആർക്കും പണവും പൊന്നും കൊടുത്ത് വിൽക്കേണ്ട ഉപ്പ, എനിക്ക് ആരുടെയും ഭിക്ഷ വേണ്ട. അതെ, അവൾ പറഞ്ഞ് 100% ശരിയാണ്. ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെയാണ് താനും തൻ്റെ ഉമ്മയും ചേർന്ന് അവിടെ ചോദ്യം ചെയ്തത്. താൻ പഠിച്ച പഠിപ്പും വലിയ എഞ്ചിനീയർ പദവിയും കൊണ്ട് എന്ത് കാര്യം? സ്വന്തം സ്നേഹത്തിന് വേണ്ടി അനീതിക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ ഒരു ആൺകുട്ടിയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അന്ന് വൈകുന്നേരം നിയാസ് ഒന്നിനും കാത്തു നിന്നില്ല. അവൻ നേരെ ചെന്നത് ഷിഫാനയുടെ വീടിൻ്റെ മുമ്പിലേക്കാണ്. വരാന്തയിൽ നിരാശനായി നിൽക്കുന്ന മൊയ്തീൻ ഹാജി നിയാസിനെ കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റു. സാറേ, എന്താ ഈ വഴിയൊക്കെ? അദ്ദേഹം ബഹുമാനത്തോടു കൂടി നിയാസിനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഭയവും വിഷമവും കലർന്നിരുന്നു. നിയാസ് ആ വൃദ്ധൻ്റെ മുന്നിൽ ചെന്ന് തൊഴുതു. അവൻ അല്പം പോലും മടിക്കാതെ മൊയ്തീൻ ഹാജിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഉപ്പാ,
എന്നോട് ക്ഷമിക്കണം. അന്ന് എൻ്റെ ഉമ്മയോടൊപ്പം വന്ന് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിരുന്ന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ അന്നൊന്നും സംസാരിക്കാതിരുന്നത് ഉമ്മയോടുള്ള ബഹുമാനം കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. എനിക്ക് നിങ്ങളുടെ പണമോ സ്വർണമോ ആവശ്യമില്ല. ഒരു പൈസ പോലും സ്ത്രീധനമായി വാങ്ങാതെ നിങ്ങളുടെ മകൾ ഷിഫാനയ്ക്ക് എന്നെ ഞാൻ നൽകും. അവളെ ഞാൻ എൻ്റെ ജീവനായി നോക്കിക്കൊള്ളാം. അകത്തുനിന്ന് ആ വാക്കുകൾ കേട്ട് ഷിഫാന വാതിൽപ്പടിയിലേക്ക് ഓടിയെത്തി. അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണീർ നിറഞ്ഞു. പക്ഷേ ഇത്തവണ അത് സന്തോഷത്തിൻ്റെതായിരുന്നു. അതെ, മൊയ്തീൻക വിങ്ങിപ്പോയി സാറേ. പക്ഷെ നിങ്ങളുടെ ഉമ്മയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും ഉപ്പ. പക്ഷെ ഉമ്മ വഴങ്ങിയില്ലെങ്കിലും ഷിഫാനയ്ക്ക് എനിക്ക് അവളെ വേണം. ഈ നാടറിയുന്ന രീതിയിൽ മഹർ നൽകി മഹത്തായ രീതിയിൽ തന്നെ ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, നിയാസ് ഉറപ്പിച്ചു. വീട്ടിലെത്തിയ നിയാസ് നേരെ ഉമ്മയുടെ മുറിയിലേക്ക് ചെന്നു. ഉമ്മ അടുത്ത ഏതോ വലിയ പണക്കാരൻ്റെ വീട്ടിലുള്ള പെണ്ണാലോചന ഫോട്ടോകൾ നോക്കുകയായിരുന്നു. ഉമ്മ, നിയാസ് അല്പം ഗൗരവത്തോടെ വിളിച്ചു. എന്താടാ നിയാസേ, ഈ ഇത് കണ്ടാ? ഇങ്ങോട്ട് നോക്ക്, ബ്രോക്കർ മൂസാജിയെ പുതിയൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. കുറഞ്ഞത് 70 പവനും ഒരു കാറുമാണ് സ്ത്രീധനം കിട്ടുക. ഉമ്മ, അത് നിർത്തി, നിയാസ് ഉറക്കെ പറഞ്ഞു. ഉമ്മ ഞെട്ടി മകനെ നോക്കി. നിയാസ്, ഇതുവരെ ഉമ്മയോട് ശബ്ദമുയർത്തി നീ സംസാരിച്ചിട്ടില്ലായിരുന്നോ? നിയാസെ, നീ എന്തേ കാണിക്കുന്നത്? ഉമ്മ, ഈ പണവും പൊന്നും കൊണ്ട് മയങ്ങുന്ന പ്രകൃതം നമ്മൾ എന്നു മുതൽ തുടങ്ങിയത്? ഉപ്പ മരിച്ചപ്പോൾ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഉമ്മ മറന്നുപോയോ? അന്ന് ഉമ്മയെ ആർക്കെങ്കിലും പണത്തിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ നിലയിലെത്തുമായിരുന്നോ? എൻ്റെ വിയർപ്പും അധ്വാനവും കൊണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയോ ഉമ്മ? മറ്റൊരാളുടെ കണ്ണീരിൽ കെട്ടിപ്പൊക്കുന്ന കൊട്ടാരം എനിക്ക് വേണ്ട. സുഹർ ഒരു നിമിഷം തരിച്ചുപോയി. ഞാൻ ഷിഫാനിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഉമ്മ. സ്ത്രീധനമായി 1 രൂപ പോലും വാങ്ങില്ല. മഹർ കൊടുത്ത് നാളെ പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ നിക്കാഹ് നടക്കും. ഉമ്മ വന്നാൽ എനിക്ക് സന്തോഷം. ഉമ്മ അനുഗ്രഹിച്ചാൽ അതെൻ്റെ ഭാഗ്യം. പക്ഷേ സ്ത്രീധനം എന്ന അനീതിക്ക് കൂട്ടുനിൽക്കാൻ എൻ്റെ ഈ മകനെ കിട്ടില്ല. നിയാസ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉമ്മക്ക് ദേഷ്യവും കോപവും ഒരുമിച്ച് വന്നു. അടുത്ത ആഴ്ച മഹല്ല് പള്ളിയിൽ വെച്ച് നിയാസിൻ്റെയും ഷിഫാനയുടെയും നിക്കാഹ് നടന്നു. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ സുഹറയുടെ മുഖത്ത് കാപട്യം നിറഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് വരുമ്പോൾ വരാന്തയിൽ വെച്ച് ഷിഫാനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതൊക്കെ നാട്ടുകാരുടെയും മകൻ്റെയും മുമ്പിൽ നല്ല പിള്ള ചമയാൻ മാത്രമായിരുന്നു. ഉള്ളിൽ പണത്തോടും സ്ത്രീധനത്തോടുമുള്ള ആർത്തി അല്പം പോലും കുറഞ്ഞിരുന്നില്ല. തനിക്കൊത്ത ഒരു പണക്കാരൻ്റെ മകളെ മരുമകളാക്കി കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ അമർഷവും 10 പൈസ പോലും കിട്ടാതെ ഒരു യത്തീം അനാഥയെപ്പോലുള്ള ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റേണ്ടി വന്നതിൻ്റെ അപമാനവും സുഹറയുടെ നെഞ്ചിൽ കനലായി പുകഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി തൻ്റെ മൂത്ത മകൾ റസിയയോട് സുഹറത്താത്ത കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും കല്യാണമൊക്കെ നല്ല മട്ടത്തിനങ്ങോട്ട് കഴിഞ്ഞിക്കണ്. പിന്നെന്തമ്മ, ഇനിയിപ്പോലും നന്നായി കഴിയട്ടെ, അല്ലാതെന്താ? എങ്ങനെ നന്നായി കഴിയാൻ? നിന്റെ ആങ്ങളെ പൊന്നും പണ്ടും ഇല്ലാതെ തന്നെയല്ലേ ഒരുത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിക്കണേ. നമ്മുടെ കുടുംബത്തിനെ മാനാകെ കുളിച്ചു. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തല പൊക്കാൻ പറ്റണില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാൻ റസിയ, എന്തൊക്കെ തന്നെയാലും ശരി, ഓളെ ഈ വീട്ടിൽ വേലക്കാരുടെ സ്ഥാനമേ ഓൾക്ക് ഞാൻ കൊടുക്കുള്ളൂ. അവൾക്കൊരു പാഠം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. സുഹറ ശബ്ദം ഒന്നുകൂടി താഴ്ത്തി പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നിന്റെ പ്രസവം അപ്പം അടുത്ത മാസമല്ലേ? നീ പ്രസവം കഴിഞ്ഞ് കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് പോര്. 3 മക്കളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നാൽ മതി. പ്രസവം കഴിഞ്ഞാണ് നേരെ ഇങ്ങോട്ട് പോര്. അവളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കണം. വേറൊരു പാർപ്പേരത്തിനെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. നിർത്തിയാൽ എന്തായാലും ഏകദേശം 10-60 ഉറുപ്പ്യ എന്തായാലും ചിലവാകേണ്ടി വരും. അതിനൊന്നും നിൽക്കണ്ട, വെറുതെ പൈസ കലണ്ട. ആ കാശ് മാറ്റി വെക്കാം നമുക്ക്. മനസ്സിലായല്ലോ? നീ പ്രസവത്തിന് ഇങ്ങോട്ട് പോന്നേക്ക്. അവളെയൊക്കെ ഒതുക്കാൻ ഇതാണ് ഏറ്റവും നല്ലത്. എന്നാൽ റസിയും അത് ശരിവെച്ചു. ഉമ്മ, അതിപ്പോൾ ചെറിയ പെൺകുട്ടിയല്ലേ, അവളെ കൊണ്ട് ഇപ്പോൾ എല്ലാ ജോലികളും എടുപ്പിക്കാനൊക്കെ അതിനിപ്പോൾ എന്താ? അല്ല പിന്നെ എന്തൊക്കെ തന്നെയാലും മരുമകളെ എല്ലാ ജോലിയും ചെയ്യിപ്പിച്ച് പണി പഠിപ്പിക്കണമെന്ന കാര്യത്തിൽ ഉമ്മയും മകളും ഒരേ മനസ്സോടെ തീരുമാനമെടുത്തു. എന്നാൽ ഈ സമയം അതാ ആദ്യ രാത്രി. അത് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷമായ നിമിഷങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. ഷിഫാന, പിന്നെ ഞാൻ ആഗ്രഹിച്ചത് പഠിച്ചു എനിക്ക് തന്നു. പിന്നെ ഇക്കാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടണമെങ്കിൽ പറയണം കേട്ടോ. ഇക്ക, ആയിക്കോട്ടെ. ഇക്ക, എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. എന്താ മോളെ? അതായത് ഇത്രയും വലിയൊരു വീട്ടിലേക്ക്
ഞാനിവിടേക്ക് കയറി ചെല്ലുകയെന്ന് പറഞ്ഞാൽ ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയല്ലേ, അതിനെന്താ? നീ ഒരു പേടിയും പേടിക്കണ്ട. ഇവിടെ വേലക്കാരിയുണ്ട് കേട്ടോ. ഇവിടെ അടിച്ചു വാരാനും കഴുകാനും തുടക്കാനൊക്കെ ഉണ്ട്. ഈ വലിയ വീട് കണ്ടിട്ട് നീ വിഷമിക്കണ്ട. കാരണം ഞാനാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. ഓക്കെ? അതുകൊണ്ട് തന്നെ നീ ഒന്നും വിഷമിക്കണ്ട. നീ കുക്കിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചാൽ മതി. കൂടുതലായിട്ടൊന്നും ജോലിയൊന്നും ചെയ്യണ്ട. നിനക്കിവിടെ അത്ര വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല. തൻ്റെ ഭർത്താവിൻ്റെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സ് ഒന്ന് സന്തോഷിച്ചു. അങ്ങനെ അതാ ഷിഫാനിയും നിയാസും ഒന്നായി മാറുകയാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങളെല്ലാം അവിടെ പൂത്തുലയുകയാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സുഹറയുടെ തനി രൂപം പുറത്തെടുത്തു തുടങ്ങി. നിയാസ് രാവിലെ 8:30 ഓഫീസിലേക്ക് പോയാൽ പിന്നെ ആ വീട് ഷിഫാനക്ക് ഒരു തടവറയായി മാറി. ആദ്യം തന്നെ ഉമ്മ വീട്ടിലെ പഴയ വേലക്കാരി ലീലാമ്മയെ പറഞ്ഞു വിട്ടു. ലീലാമ്മേ, ഇനി വരണ്ട, വീട്ടിൽ ചെറുപ്പക്കാരികളായ മരുക്കളൊക്കെ ഉണ്ടല്ലോ, അവർ ചെയ്തോളും എന്നായിരുന്നു വേലക്കാരിയോട് പറഞ്ഞത്. ആ കുട്ടി ചെറുതല്ലേ, പഠിച്ചു വന്നിട്ടൊക്കെ വേണ്ടേ, ഈ കണ്ട വീടൊക്കെ ഇത്രങ്ങാനും അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട്, ആ ഒന്നും സാരമില്ല, അങ്ങനൊക്കെ ശീലാവണേ. അതിരാവിലെ 5 മണിക്ക് ഷിഫാന ഉണരണം. വലിപ്പമേറിയ ആ വീടും മുറ്റവും അടിച്ചു വാരി തളിക്കണം. കിണറ്റിൽ നിന്ന് വെള്ളം കോരി വലിയ പാത്രങ്ങളിൽ നിറക്കണം. നിയാസിന് ഓഫീസിലേക്ക് പോകാൻ വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ടിഫിനും തയ്യാറാക്കണം. നിയാസ് തിടുക്കത്തിൽ ഭക്ഷണം കഴിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുഹറയുടെ നിർദ്ദേശങ്ങളുടെ പുറപ്പാടാണ്. എടി ഷിഫാന, ദാ അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് അലക്ക്. വാഷിംഗ് മെഷീനിലിട്ടാലേ തുണിയൊക്കെ കേടാകും, കല്ലിൽ തല്ലി അലക്കിയാൽ മതി. ഷിഫാന തൻ്റെ മൃദുലമായ കൈകൾ കൊണ്ട് കട്ടി കൂടിയ ബെഡ്ഷീറ്റുകളും സുഹറയുടെ സാരികളും കല്ലിൽ തല്ലി അലക്കി. കൈകളിൽ തഴമ്പുകളും തിണർപ്പുകളും വീണു. എന്നിട്ടും സുഹറ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. ഇതാടോ എൻ്റെ അലക്ക്? ഇത്രയും വലിയ എഞ്ചിനീയറുടെ വീട്ടിൽ ജീവിക്കാൻ പഠിക്കണം, പണവും കൊണ്ടുവന്നില്ല, ജോലി ചെയ്യാനും അറിയില്ല. സുഹറ മുകളിലേക്ക് നോക്കി പിറുപിറുത്തു. ഷിഫാന ഒന്നും മിണ്ടിയില്ല. ഉപ്പ തുന്നൽക്കടയിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയതും നിയാസ് തന്നോട് കാണിച്ച സ്നേഹവും മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. നിയാസിൻ്റെ മനസ്സമാധാനം കളയരുത് എന്ന് കരുതി അവൾ ഇതൊന്നും നിയാസിനോട് പറഞ്ഞില്ല. വൈകുന്നേരം നിയാസ് വരുമ്പോഴേക്കും വസ്ത്രം മാറി മുഖത്ത് ചിരി വരുത്തി അവൾ അവൻ്റെ മുന്നിൽ ചായയുമായി ചെന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹറയുടെ മകൾ റസിയ തൻ്റെ 3 കുട്ടികളുമായി പ്രസവത്തിനായി ആ വീട്ടിലേക്കെത്തി. അതോടെ ഷിഫാനയുടെ ജോലിഭാരം ഇരട്ടിയായി, അല്ല 10 ഇരട്ടിയായി. 3 കുസൃതിക്കാരായ കുട്ടികളുടെ ചെളിയായ വസ്ത്രങ്ങൾ അലക്കൽ, അവർക്ക് ഓരോ സമയത്ത് വേറെ വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ, റസിയക്ക് സമയത്തിന് കഷായവും മരുന്നും ചൂടുവെള്ളവും എത്തിക്കൽ. ഒരു നിമിഷം പോലും ഷിഫാനക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയില്ല. തൻ്റെ കോളേജ് പഠനത്തിൻ്റെ അവസാന വാർഷിക പരീക്ഷകൾ അടുത്തു വരുന്ന സമയമായിരുന്നു അത്. രാപ്പകലില്ലാതെ അധ്വാനിച്ച് തളർന്ന് രാത്രിയിൽ പുസ്തകം തുറക്കുമ്പോഴേക്ക് അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അലക്ക് കഴിഞ്ഞ് തളർന്ന അടുക്കളയിലെ കോൺക്രീറ്റ് തറയിൽ അല്പനേരം ഇരുന്ന് പോയ ഷിഫാനയെ കണ്ട് റസിയ ബഹളം വെച്ചു. ഉമ്മ, ഇങ്ങോട്ട് വന്നേ, ഈ പെണ്ണിവിടെ സുഖമായിരുന്ന് ഉറങ്ങാണ്. എനിക്ക് സമയത്തിന് അവൾ ബൂസ്റ്റും തന്നിട്ടില്ലല്ലോ. ആങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന മഹാറാണി തറവാട്ടിൽ നിന്ന് 1 പവൻ സ്വർണം പോലും തരാത്ത സ്ഥിതിക്ക് ഇവിടെ കിടന്ന് പണിയെടുക്കാനെങ്കിലും വേണ്ടേ, പണിയെടുക്കെങ്കിലും വേണ്ടേ? സുഹറ ഓടിയെത്തി. എടാ എടി ഷിഫാന, എഴുന്നേൽക്കടി. ഇവിടെ കിടന്നുറങ്ങാനേ, ഇത് നിന്റെ തയ്യൽക്കാരൻ്റെ ബാപ്പാൻ്റെ വീടല്ല. പോയ റസിയക്കും കുട്ടികൾക്കൊക്കെ ദോശ ഉണ്ടാക്ക്, ആ മുറ്റത്തെ പണികളും കൂടി തീർക്ക്. ഷിഫാനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ തറയിലേക്ക് ഉറ്റി വീണു. അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അടുപ്പിലേക്ക് വിറക് തള്ളി വെച്ചു. നിയാസ് ഓഫീസിലെ തിരക്കുകൾ കാരണം പലപ്പോഴും വൈകിയാണ് വീട്ടിലെത്തിയിരുന്നത്. താൻ വരുമ്പോൾ ഷിഫാന പുഞ്ചിരിയോടെ ഓടിയെത്തുന്നത് കണ്ട് വീട്ടിൽ നടക്കുന്ന ഈ ക്രൂരതകൾ അവൻ അറിഞ്ഞിരുന്നില്ല. എടി ഷിഫാന, എത്ര തവണ പറഞ്ഞിട്ട് അലക്കിയ വസ്ത്രങ്ങൾ നേരെ ചൊവ്വെ മടക്കി വെക്കാൻ എനിക്ക് അറിയില്ലേ? മേലിൽ ഈ കൈകൊണ്ട് എൻ്റെ കുട്ടികളുടെ വസ്ത്രങ്ങൾ തൊട്ടു പോരുത്. എന്തൊരു നാശം പിടിച്ച പെണ്ണത്. നിൻ്റെ ബാപ്പ അങ്ങോട്ട് കൊണ്ടു വിട്ടിരിക്കുന്നത് വല്ലാത്തൊരു പെണ്ണിനെ തന്നെയാണ്. റസിയയുടെ ശബ്ദം ഉയർന്നു. റസിയ, ഓളോട് അധികം കൊഞ്ചണ്ട, കാശും പണവും ഇല്ലാത്ത വർഗമാ. അവിടെ കിടന്ന് വേലക്കാരിയെ പോലെ പണിയെടുക്കട്ടെ. 18,000 രൂപ കൊടുത്ത് വേലക്കാരിയെ വെക്കുന്ന കാശ് നമുക്ക് ലാഭമല്ലേ? സുഹറ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
അതെ, ആ മക്കളുടെ വസ്ത്രം കഴുകൽ അത് തന്നെ ഒരുപാട് ടൈം എടുക്കണം. കാരണം കല്ലിൽ വെച്ച് കഴുകണം, ഗ്യാസ് തൊടാൻ പാടില്ല, വിറകടുപ്പിൽ കത്തിക്കണം. പ്രസവിച്ച് കിടക്കുന്ന റസിയുടെ കുഞ്ഞ് കരയുമ്പോഴേക്കും അതിനെ പോയി എടുക്കണം, അതിൻ്റെ തുണികളെല്ലാം ഉണക്കാനിടണം. അങ്ങനെ ഒരുപാട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ചുരുക്കി പറഞ്ഞാൽ അവളുടെ കൈകാലുകളൊക്കെ ആകപ്പാടെ തളർന്നു പോവുകയാണ്. ഇല്ല, എനിക്കൊന്നിനും കഴിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ നിയാസ് വരുമ്പോഴെല്ലാം അവൾ പലപ്പോഴും ക്ഷീണിതയായിരിക്കും. പലപ്പോഴും നിയാസ് വന്നു കയറുമ്പോൾ അവൾ തളർച്ചയുടെ വക്കീലായിരിക്കും. ഇക്ക, എനിക്ക് കഴിയുന്നില്ല ഒന്നിനും. എന്താ നിനക്കെന്താ ഇത്ര ഇവിടം മലമറിക്കുന്ന പണി എന്തെങ്കിലും ഉണ്ടോ എന്നവൻ ചോദിക്കും. കാരണം ഉമ്മ ഓരോന്ന് അപ്പോഴേക്കും നിയാസിന് പറഞ്ഞു കൊടുത്തിരുന്നു. എന്താടാ എൻ്റെ പെണ്ണുങ്ങൾ എങ്ങനെ നേരെ ചൊവ്വ ഒരു പണിയെടുക്കാൻ കഴിയൂല. അങ്ങനെയൊക്കെയാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന അധ്വാനമാണ് ഷിഫാനയുടേത്. പടുകൂറ്റൻ വീട് കൂട്ടിപ്പെറുക്കി തുടക്കൽ, കിണറ്റിൽ നിന്ന് വെള്ളം കോരൽ, റസിയുടെ 3 കുട്ടികളുടെ തുണികൾ കല്ലിൽ തല്ലി അലക്കൽ, വൻതോതിലുള്ള പാചകം, 2-3 നേരം ഭക്ഷണം പാചകം ചെയ്യൽ, ഭർത്താവിൻ്റെ ഡ്രസ്സ് അലക്കൽ, അത് അയൺ ചെയ്യൽ, കൊണ്ടുപോയി കൊടുക്കൽ. മൊത്തത്തിൽ അവൾക്ക് ഒരു ഒഴിവുണ്ടായിരുന്നില്ല. രാപ്പകലില്ലാതെ ജോലി ചെയ്ത് രാത്രിയാകുമ്പോഴേക്ക് ഷിഫാനയുടെ ശരീരം ആകെ തളർന്നു പോകുമായിരുന്നു. നേരത്തിന് ഭക്ഷണം പോലും ഇല്ലാതെ അവൾ ആകെപ്പോടെ തളർന്നു പോകുന്ന രീതിയിലായിരുന്നു. അന്നും അവൾ രാവിലേക്കുള്ള അരിയും ഉഴുന്നുമെല്ലാം അരച്ചു വെച്ച്, അതെ, രാത്രി ഏകദേശം 10-11 മണിയോടുകൂടെ അടുക്കള വിട്ട് ബെഡ്റൂമിലേക്ക് പോവുകയാണ്. അവളാകെ തളർന്നിരുന്നു. എന്നാൽ അവൾ അവിടെ ചെന്നപ്പോൾ അതാ നിയാസ് ഫോണിൽ ആരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വോയിസ് മെസ്സേജുകളും ചാറ്റിങ്ങും. കാരണം അവൾ വരുന്നത് അവൻ അറിഞ്ഞതേയില്ല. അവൾ അതാ ഡ്രസ്സെല്ലാം അതുവരെയും വേർത്ത് കുളിച്ച ഡ്രസ്സെല്ലാം മാറ്റിയിട്ടു. ഒന്ന് ഫ്രഷായി നല്ലൊരു നൈറ്റിയെല്ലാം എടുത്തിട്ടു. പക്ഷെ അതൊന്നും അവൻ അറിയുന്നില്ല. അവൻ ഏതൊക്കെ ഗ്രൂപ്പുകളിലും ചാറ്റിങ്ങുകളിലും സജീവമായിരുന്നു. അങ്ങനെ അതാ അവൾ ക്ഷീണത്തോടെ ആ ബെഡിൽ വന്നു കിടന്നു. തൻ്റെ ഭർത്താവ് തന്നെ ഒന്ന് നോക്കുകയോ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതെ, ഇത്രയധികം ജോലി ചെയ്തിട്ടും എനിക്ക് കഴിയുന്നില്ല. ഒരു ആശ്വാസവാക്ക് കിട്ടിയാലും വലിയ ആശ്വാസമായിരുന്നു. കാരണം എന്നെ അത്രയധികം സ്നേഹിച്ചതായിരുന്നു ഇദ്ദേഹം. പക്ഷേ ഇയാൾക്കിപ്പോൾ ഇതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പകലുകളിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നല്ല ആശ്വാസമായിരിക്കും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അദ്ദേഹം ഏത് സമയം ഫോണിലാണ്. തന്നോട് തീരെ ഒരു മിണ്ടാട്ടവും ഒന്നുമില്ല. രാത്രി നിയാസ് മുറിയിലേക്ക് വരുമ്പോഴേക്ക് ഒരു ദിവസം മുഴുവൻ നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ ഷിഫാന അബോധാവസ്ഥയിലെന്ന പോലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. തനിക്ക് സ്നേഹത്തോടെ ഭർത്താവിനോട് സംസാരിക്കുവാനോ അവൻ്റെ അടുത്തിരുന്ന് 2 വാക്ക് വിശേഷങ്ങൾ പങ്കുവെക്കുവാനോ ഒരു ഭാര്യയായി അവനെ തൃപ്തിപ്പെടുത്തുവാനോ കഴിയുന്നില്ലല്ലോ എന്ന വലിയ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ശാരീരികമായ തളർച്ച അവളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. മകൻ്റെയും മരുമകളുടെയും ഇടയിലെ ഈ അകലം സുഹറ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായി ഉമ്മ കണ്ടു. നിയാസിൻ്റെ മനസ്സിൽ ഷിഫാനയോടുള്ള സ്നേഹം കുറക്കാനും അവളെ അവൻ തന്നെ വെറുത്തുപേക്ഷിക്കുന്ന അവസ്ഥയിലെത്തിക്കാനും സുഹറ ആസൂത്രിതമായി നീങ്ങി. ഒരു ദിവസം രാത്രി ഷിഫാന തളർന്നുറങ്ങിയ സമയം നോക്കി സുഹറ നിയാസിനെ വിളിച്ചു. എടാ. ആ വാതിലിനരികിലേക്ക് ഉമ്മ ഞെട്ടി വിളിച്ചപ്പോൾ അതാ അവൻ വന്നു. ഉമ്മ വിളിച്ചോ? നീ ചായ കുടിച്ചോടാ? എന്താടാ നിയാസിന് നിൻ്റെ മുഖത്തൊരു ഉന്മേഷമില്ലായിരുന്നല്ലോ? ആ പെണ്ണ് നിന്നെ നേരെ ചൊവ്വെ ശ്രദ്ധിക്കുന്ന പോലുമില്ലല്ലേ? സുഹറ പതുക്കെ ചോദിച്ചു. നിയാസ് നിരാശയോടെ തല താഴ്ത്തി. ഒന്നുമില്ലമ്മ, അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു. എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് കേട്ടതും സുഹറയുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി. അവർ മകനോട് അടുത്തിരുന്ന് വിഷം കലർത്തിയ വാക്കുകളിൽ ഓരോന്നായി അവൻ്റെ മനസ്സിലേക്ക് തള്ളിക്കയറ്റാൻ തുടങ്ങി. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ നിയാസേ, ഏതോ ഒരു പെമ്പർന്നോളെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേ ഒന്ന് ആലോചിക്കണമായിരുന്നു. കണ്ടില്ല, അവൾക്ക് ഈ വീട്ടിൽ ഒരു ജോലി നേരെ ചെയ്യാൻ കഴിയില്ല, അറിയില്ല. കുക്കിങ്ങിനാണെങ്കിൽ തീരെ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കണേ നമുക്ക് തിന്നായിരുന്നു. പക്ഷേ ഇതിനെന്താ ഒരു കഴിവുമില്ല. വീടൊന്ന് വൃത്തിയായി വെക്കാൻ അറിയില്ല, തീരെ വൃത്തിയും വെടുപ്പുമില്ല. എന്തൊരു പെണ്ണാണിത്? സുഹ്റ ശബ്ദം ഒന്നും കൂടി കടുപ്പിച്ച് പറഞ്ഞു. എടാ, പൊന്നും മണ്ടവും പൈസയും എന്തായാലും അവൾ വീട്ടുകാർ തന്നിട്ടില്ല. എൻജിനീയറായ എൻ്റെ മോനെ ഒരു 5 പൈസയുടെ സാമ്പത്തിക നേട്ടമെങ്കിലും ഉണ്ടായോ? ഇല്ല. എന്നാലെങ്കിലും നല്ലൊരു സമാധാനമുള്ള കുടുംബജീവിതം ഉണ്ടാവുമോ? അതുമില്ല. ഭാര്യ എന്ന നിലയിൽ നിന്നെ സന്തോഷിപ്പിക്കാനോ നിലയിൽ തൃപ്തിപ്പെടുത്തുവാനോ അവൾക്ക് കഴിയുന്നുണ്ടോ? അതുമില്ല.
നല്ല മട്ടത്തിലൊരു പണിയെടുക്കാൻ കഴിവില്ല, നിന്നെയൊക്കെ നോക്കാൻ നേരമില്ല, പിന്നെ ഇപ്പം എന്താ അവളെ കൊണ്ടൊരു പ്രയോജനം? അത്രക്കും മോശമായൊരു പെണ്ണാണ് അവള്, നമ്മുടെ തലയിൽ പെട്ടുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മയുടെ നിന്ദ്യമായ വാക്കുകൾ നിയാസിൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഒരു വശത്ത് താൻ ആഗ്രഹിച്ച് കെട്ടിയ പെൺകുട്ടിയുടെ നിസ്സംഗതയും ഉറക്കവും, മറുവശത്ത് ഉമ്മ ദിവസേന പറയുന്ന കുറ്റപ്പെടുത്തലുകൾ. അവനറിയാതെ തന്നെ ഷിഫാനയോട് ഒരു തരം ഉള്ളിൽ ദേഷ്യവും വിരക്തിയും വളർന്നു തുടങ്ങി. ഉമ്മ പറയുന്നത് ശരിയാണോ? എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പോലും അവൾക്ക് താല്പര്യമില്ലേ? ഒരു പൈസ പോലും സ്ത്രീധനം വാങ്ങാതെ ഞാൻ അവളെ സ്വീകരിച്ചിട്ടും എന്നെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ അവൻ തെറ്റായി ചിന്തിക്കാൻ തുടങ്ങി. പലപ്പോഴും ബെഡ്റൂമിലേക്ക് എത്തുന്ന സമയത്ത് നിയാസ് എപ്പോഴും കോളിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലെ വോയിസ് മെസ്സേജിലായിരിക്കും. എന്നാൽ അവൾ കുറച്ച് സമയമൊക്കെ പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിനെ നോക്കും. എന്നാൽ പിന്നീട് അവൾ മയക്കത്തിലേക്ക് അങ്ങനെ വീണ് തുടങ്ങുമ്പോഴായിരിക്കും അവൻ്റെ ചാറ്റിങ്ങും കോളെല്ലാം അവസാനിപ്പിച്ച് അവളുടെ നേരേക്ക് വരുന്നത്. ഷിഫാന, എന്താ ഇന്നും നീ ഉറങ്ങുകയാണോ? നേരത്തെ എനിക്കിത് മടുത്തു. ഞാനൊന്ന് റിലാക്സായി നിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും നീ ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങുകയാണ്. ഉമ്മ പറയുന്നതിലും കാര്യമില്ലാന്നില്ല. നിനക്കൊന്നിനും ഒരു കഴിവില്ലല്ലേ? വീട്ടിൽ ജോലി എടുക്കാൻ കഴിവില്ലായിരുന്നു, ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഈ ഒരു കാര്യത്തിനും നീ സഹകരിക്കുന്നില്ല. ഇങ്ങനെയായി തീർന്നാലേ. അതെ, ഭർത്താവിൻ്റെ ആ ഒരു ക്രൂരമായ വാക്കുകൾ കേട്ട് ഷിഫാന കണ്ണീരൊഴുക്കി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ അടർന്നു വീഴുമ്പോൾ അവൾ പറഞ്ഞു, ഇക്ക, എനിക്ക് കഴിയുന്നില്ല. എൻ്റെ കൈകാലുകളാകെ തളരുന്നു. എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. എൻ്റെ ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് വളരെയധികം വേദനയുണ്ട് എല്ലാ ശരീരത്തിൻ്റെ ഭാഗത്തും. കാരണം അവൾക്ക് പകലന്തിയോളം പണിയാണ്. ഒരു പെണ്ണ് പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം, ആ മക്കളെ നോക്കണം, അവർക്കുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് അവർ ഭക്ഷണത്തിന് വരും, ആ പാത്രങ്ങളെല്ലാം കഴുകി എടുത്തു വെക്കണം. അതും തീറ്റയെല്ലാം കൂടുതലുള്ള കുട്ടികൾ. അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും അവൾക്കാണ്. എല്ലാം അവൾ ചെയ്യട്ടെ എന്ന രീതിയിൽ ഉമ്മ അവളെക്കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കും. എല്ലാം കഴിയുമ്പോൾ അവൾ വല്ലാതെ ഉറക്കക്ഷീണത്തിലാവും. പിന്നെ അവൾക്ക് ഒന്നിനും കഴിയാത്ത അവസ്ഥ. തൻ്റെ ഭർത്താവിനോട് സന്തോഷത്തോടെ ഒന്ന് ഇടപഴകാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്നാൽ അവനൊരു തരം മടുപ്പ് വന്നതുപോലെ, അവളോട് തീരെ ഒരു ഇഷ്ടമില്ലാത്തതുപോലെ. ഉമ്മയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. എന്താ പെണ്ണ് സാധനമെന്നോ, തീരെ ഒരു കഥയാണ്. എന്ത് കാര്യത്തിന് അവളെ കെട്ടിക്കൊണ്ടെന്ന് എനിക്കറിയില്ലേ. എന്നാൽ വീട്ടിലെ ജോലികളൊക്കെ മുഴുവൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതൊന്നും നിയാസ് അറിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ജോലികളും ചെയ്യിപ്പിച്ച് ഒടുവിൽ രാത്രിയാകുമ്പോൾ ഏകദേശം 10, 11 മണി, 12 മണിയാവണേ വരെ നിയാസ് പിന്നെ ചാറ്റിങ്ങും കോളും ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് അവളുടെ അരികിലേക്ക് എത്തുമ്പോൾ അവൾക്ക് വല്ലാതെ ക്ഷീണം കൊണ്ടറിയാതെ അവൾ ഉറങ്ങിപ്പോകും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉമ്മാക്ക് മകനെ അതാ വീണ്ടും കിട്ടിയ പോലെയായി. ഇപ്പോൾ ഷിഫാനയോട് വലിയ കൂട്ടൊന്നുമില്ല. എപ്പോഴും അവളുടെ കുറ്റം പറയുന്ന കേസാണ് രണ്ടു പേർക്കും എപ്പോഴും ഉള്ളത്, അല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ പിറ്റേ ദിവസം അതാ ഉച്ച തിരിയാറായ സമയം ഓഫീസിൽ ജോലികളുടെ തിരക്കിലായിരുന്നു നിയാസ്. അതിനിടയിൽ ഉമ്മയുടെ ഫോൺ. ഹലോ നിയാസേ. എന്തോ ഉമ്മ, നീ അവിടെ തിരക്കിലാണോ? ഉമ്മയുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേകതരം ആവേശം ഉണ്ടായിരുന്നു. അതേ ഉമ്മ, എന്തേ? കുറച്ച് ഫയലുകൾ നോക്കാണ്ട്, ഞാൻ വൈകുന്നേരം വരെ അല്പം വൈകിട്ടോ. നിയാസ് മറുപടി നൽകി. ആയിക്കോട്ടെ, നീയേ ജോലിയെ കഴിഞ്ഞ് പതുക്കെ വന്നാൽ മതി. പക്ഷേ ഒരു കാര്യം, ഉച്ചക്ക് തിന്നാൻ ഇവിടുന്ന് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ എന്നും വെറുംചോറായിട്ട് മോള് പറഞ്ഞ് മടുത്തിക്കണെന്ന്. ഇജ് കുറച്ച് അൽഫാം മന്തി കടയിൽ നിന്ന് ഒരു 1.5 കിലോന് ഓർഡർ ചെയ്തേക്ക്. പിന്നെ നല്ല പീസ് ഉണ്ടാകണം കേട്ടോ. പിന്നെ നല്ല മധുരമുള്ള ഹണീച്ചൊക്കെ ഉണ്ടല്ലോ, അതായാലും മതി. അത് എക്സ്ട്രാ 2 പീസ് ഇടാനും പറയും. കാരണം കുട്ടികളൊക്കെ നല്ല തിന്നണോലാണ്. അതൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് എത്തിക്ക്. പൈസ ഇജ് കൊടുക്കുമല്ലേ? ഉമ്മ ആവശ്യങ്ങളുടെ നീണ്ട നിര തന്നെ നിരത്തി. മകൻ്റെ പണം ചെലവാക്കുന്നതിൽ ഉമ്മക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഷിഫാനയുടെ വീട്ടുകാർ പണം തന്നില്ല എന്ന ദേഷ്യം തീർക്കാൻ കൂടിയായിരുന്നു ഉമ്മ മകനെ കൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചെലവുകൾ ചെയ്യിപ്പിച്ചിരുന്നത്. നിയാസ് എതിർപ്പൊന്നും പറയാതെ ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്തു, പൈസയും അടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഡെലിവറി ബോയിയുടെ ബൈക്ക് വന്നു നിന്നു. രാവിലെ മുതൽ കഠിനമായ വീട്ടുജോലികൾ ചെയ്ത് തളർന്ന നടുവേദന കാരണം അടുക്കളയിൽ നിൽക്കാൻ കഴിയാതെ നിന്ന ഷിഫയാണ് വാതിൽ തുറന്നത്. ഇത് എഞ്ചിനീയർ നിയാസ് സാറിൻ്റെ വീടല്ലേ? ഡെലിവറി ബോയ് ചോദിച്ചു. അത്, ഷിഫാന പറഞ്ഞു. ഓർഡർ ചെയ്ത മന്തിയുണ്ട്, പൈസയൊക്കെ ഓൺലൈനായി അടച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അയാൾ വലിയൊരു പാക്കറ്റ് ഷിഫാനയുടെ കൈകളിൽ കൊടുക്കുന്നു. 1.5 കിലോ മന്തിയും എക്സ്ട്രാ ഹണി ചിക്കനും അടങ്ങിയ വലിയ പാക്കറ്റിൻ്റെ മണം വരാന്തയിലാകെ പടർന്നു.
പാക്കറ്റും പിടിച്ച് ഷിഫാന അകത്തേക്ക് വരുമ്പോഴേക്ക് ഉമ്മ സുഹറ വരാന്തയിലേക്ക് പാഞ്ഞെത്തി. ഷിഫാനയുടെ കയ്യിലിരുന്ന ആ ഒരു മന്തി പാക്കറ്റ് കണ്ടതും അവരുടെ മുഖം കറുത്തു. ആരാടി നിന്നോട് ആ മന്തി വാങ്ങാൻ പറഞ്ഞത്? നിയാസ് എന്നോട് പറയാതെ ഇതെങ്ങനെ ഓർഡർ ചെയ്തു? ഉമ്മ വെറുപ്പോടെ അവളോട് പറഞ്ഞു. അതെ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് അവർ. ഇങ്ങോട്ട് കാട്ടിക്കാത്. ഉമ്മ, അത് ഞാൻ ഓർഡർ ചെയ്തതല്ല. നിയാസ്കയുടെ വീടാണെന്ന് ചോദിച്ച് ഞാൻ വാങ്ങി വെച്ചതാണ് തന്നപ്പോൾ. ഷിഫാന സങ്കോചത്തോടെ മറുപടി നൽകി. ആ, എന്നാ അങ്ങോട്ട് തന്നാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഷിഫാനയുടെ കയ്യിൽ നിന്ന് ആ മന്തിയുടെ കവർ ക്രൂരമായി പിടിച്ചു വാങ്ങി സുഹറ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയ സുഹറ ഡൈനിങ് ടേബിളിൽ വലിയ പാത്രങ്ങൾ നിരത്തി റസിയയുടെയും അവളുടെ 3 മക്കളെയും സന്തോഷത്തോടെ വിളിച്ചു വരുത്തി. മോനെ, മക്കളെങ്ങോട്ട് വരി, നല്ല 1.5 കിലോ മന്തിയുണ്ട്, നല്ല ഹണി ചിക്കനുമുണ്ട്, പിന്നെ പീസ് എക്സ്ട്രാ വേണമെന്ന് ഞാൻ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. വയറ് നിറയെ തിന്നോളി മക്കളെ. ഉമ്മ സ്നേഹം വാരി വിതറി. റസിയയും കുട്ടികളും ആവേശത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉമ്മയും കൊതിപ്പിക്കുന്ന സുഗന്ധം വീടാകെ പടർന്നു. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വീടും മുറ്റവും അടിച്ചു വാരി കനത്ത തുണികളൊക്കെ അലക്കി വെച്ച ഷിഫാനയ്ക്ക് കഠിനമായ വിശപ്പും അതിനേക്കാളേറെ തലവേദനയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പണി മുഴുവൻ തീർത്ത ശേഷം ഒന്നിരിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. തലച്ചോറ് പുകയുന്ന പോലെ അവൾക്ക് തോന്നിയപ്പോൾ അവൾ പതുക്കെ അവരുടെ റൂമിലേക്ക് നടന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് വരാം, അല്ലെങ്കിൽ ഉമ്മയോ റസിയാത്തിയോ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളും എന്ന് കരുതിയിട്ട് അവൾ അല്പനേരം കട്ടിലിൽ കണ്ണടച്ച് കിടന്നു. എന്നാൽ സമയം കടന്നുപോയി. ഉമ്മയോ റസിയയോ ഒരിക്കൽ പോലും മുറിയുടെ വാതിൽക്കൽ വന്ന് ഷിഫിയെ ഭക്ഷണം കഴിക്കുവാൻ വിളിച്ചില്ല. പകരം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചിക്കൻ പീസുകൾ പങ്കുവെക്കുന്നതിൻ്റെയും ചിരികളും കളികളൊക്കെയാണ് അവിടെ കേട്ടത്. അരമണിക്കൂറിന് ശേഷം തലവേദനയ്ക്ക് അല്പം ആശ്വാസം തോന്നിയപ്പോൾ ഷിഫാന പതുക്കെ എഴുന്നേറ്റു. വയറ്റിൽ വിശപ്പിൻ്റെ തീ എരിയുന്നുണ്ടായിരുന്നു. അടുക്കളയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ ആകെ തളർത്തിക്കളഞ്ഞു. അതെ, ഡൈനിങ് ടേബിളിലെ പാത്രങ്ങളെല്ലാം കാലിയായിരിക്കുന്നു. എക്സ്ട്രാ കൊണ്ടുവന്ന ഹണി ചിക്കൻ്റെ പീസുകൾ പോയിട്ട് കുറച്ച് ചോറ് മാത്രം അതിൽ ബാക്കിയുണ്ട്. ഉമ്മയും റസിയയും കുട്ടികളും ചേർന്ന് ആ 1.5 കിലോ മന്തിയും പൂർണ്ണമായും കഴിച്ചു തീർന്നിരിക്കുന്നു. കുറച്ച് റൈസ് മാത്രം ബാക്കി. അതെ, ടേബിളിൽ കൈ കഴുകിയ പാത്രങ്ങളും അവശിഷ്ടങ്ങളും മാത്രം ബാക്കി. ചിക്കൻ്റെ എല്ലുകളും കടിച്ച് ഇമ്പിയിട്ട കുറച്ച് എല്ലുകളും മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ഷിഫാൻ നിശബ്ദതയായി അവിടെ തന്നെ ഇരുന്നു. ആ, ഈ എഴുന്നേറ്റോ? റസിയ പല്ല് കുത്തിക്കൊണ്ട് കളിയാക്കലോടെ ചോദിച്ചു. മന്തി മുഴുവൻ തീർന്നുട്ടാ, ഇജ്ജ് കിടന്നുറങ്ങല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്നെ വിളിച്ചില്ല. സുഹറ അല്പം പോലും കുറ്റബോധമില്ലാതെ അവിടെയിരുന്ന പാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അതിൽ കുറച്ച് 2 വറ്റുണ്ട്. പീസൊക്കെ കഴിഞ്ഞേ. പീസ് ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ വലിയ 4 പീസും പിന്നെ എക്സ്ട്രാ 2 പീസും അതിപ്പോൾ ഓരോന്ന് 1.5 കഷ്ണം തന്നെ എല്ലാവരും എടുത്തപ്പോൾ അത് കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ആ, ഇജ്ജ് മന്തിൻ്റെ വറ്റ് കുറച്ചിട്ട് അത് തിന്നോ. അല്ല മോളെ, എനിക്ക് പീസൊക്കെ ഇഷ്ടമായിരുന്നോ? ഞങ്ങൾ പിന്നാണ് തിന്നു. ഇനിയിപ്പോൾ ഇജ്ജാണെങ്കിൽ കിടന്നുറങ്ങുവാണ്. എനിക്ക് മാണെന്ന് വെച്ചാൽ ഇജ്ജ് വരുമല്ലോ. എനിക്ക് എടുത്ത് വെച്ചാൽ മതിയെന്നല്ലേ ഒരു കഷ്ണം. അല്ല, എനിക്ക് വാണ്ടീനാ എന്ന് ഉമ്മയുടെ ആ വാക്ക് അവളുടെ നെഞ്ചിലാണ് തറച്ചത്. ഷിഫാനയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഇറ്റി വീണു. വിശപ്പ് കൊണ്ടായിരുന്നില്ല, അത് മറിച്ച് ഒരു മനുഷ്യനായി പോലും തന്നെ ആ വീട്ടിൽ പരിഗണിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സിൻ്റെ വലിയ നീറ്റൽ കൊണ്ടായിരുന്നു. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു തീർത്ത് തനിക്ക് ഒരു നേരം കഴിക്കാൻ അല്പം ഭക്ഷണം പോലും കരുതി വെക്കാത്ത ആ കുടുംബത്തിൻ്റെ ക്രൂരത അവൾ തിരിച്ചറിഞ്ഞു. പക്ഷെ ഷിഫാന ഒന്നും പരാതി പറഞ്ഞില്ല. ഉമ്മയോടോ റസിയയോടോ ഒരു വാക്കുപോലും തിരിച്ചു ചോദിച്ചില്ല. ഉള്ളിൽ ഒതുക്കി വെച്ച വിഷമത്തോടെ തനിക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടില്ലാത്ത ആ അടുക്കളയിലേക്ക് ചെന്ന് ഒരു പാത്രം എടുത്തു. അതെ, ആ കവറിലുണ്ടായിരുന്ന ബാക്കി കുറച്ച് മന്തിയുടെ റൈസ് മാത്രം, ഒരു 1/4 ഭാഗം പോലും. അതേ, ഉമ്മ വെക്കാൻ പറഞ്ഞാണ്. ഒരു തുള്ളി അവിടെ വെച്ചാളെ കൊതി ഒഴിണീന്. വേറൊന്നും വേണ്ട, മന്തിൻ്റെ പീസൊന്നും വെക്കണ്ട. റൈസ് മാത്രം. മേശപ്പുറത്ത് കാലിയായി കിടക്കുന്ന വലിയ മന്തി പാത്രത്തിലേക്ക് ഷിഫാന നിരാശയോടെ നോക്കി. മന്തിപ്പാത്രത്തിലേക്ക് ഇറച്ചിയുടെ ഒരു ചെറിയ കഷ്ണം പോയിട്ടൊരു തരി മസാല പോലും അതിൽ ബാക്കിയില്ലായിരുന്നു. പാത്രത്തിൻ്റെ വശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആരും കഴിക്കാതെ ഉപേക്ഷിച്ച ഏതാനും ചോറ് വറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളമില്ലാതെ വയറ്റിലൊന്നും ചെന്നിട്ടില്ലായിരുന്നു. വിശപ്പ് കൊണ്ട് വയറ് കത്തുമ്പോഴും ആരും കാണാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വിശപ്പടക്കാൻ ശ്രമിച്ചതാണ് അവൾ. പക്ഷേ അധ്വാനിച്ച് തളർന്ന ശരീരത്തിന് ഒരു തുള്ളി വെള്ളം മാത്രം പോരായിരുന്നു. ഷിഫാന വിറക്കുന്ന വിരലുകളോടെ
ആ വലിയ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് റൈസ് വറ്റ് മാത്രം എടുത്ത് പതുക്കെ തൻ്റെ ചെറിയ പാത്രത്തിലേക്ക് ഇട്ടു. ഒപ്പം ഒരല്പം സാലഡോ ചമ്മന്തിയോ ഒന്നുപോലും ഇല്ലാതെ വരണ്ട ആ ചോറ് വറ്റുകൾ അവൾ വായിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉമ്മ സുഹറയുടെ കടുപ്പമുള്ള ശബ്ദം കേട്ടത്. ഡീ ഷിഫാന, ആ പാത്രങ്ങളൊക്കെ വേഗം കണ്ട് കഴുകി വെച്ചേക്കാം കേട്ടോ. അവിടെ ആകെ എല്ലും കോയിൻ്റെ എല്ലാം നിറഞ്ഞു നിൽക്കണം ടേബിൾ മേൽ. അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അതിങ്ങനെ ഉണക്കി പിടിച്ച് കിടക്കണേ അത്ര നല്ലതല്ല. അതിലും എന്തെങ്കിലും വറ്റ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിന്നാളാം. ആ പാത്രം പെട്ടെന്ന് വൃത്തിയാക്കി വെക്കാൻ നോക്ക്. ചിക്കൻ്റെ പീസൊന്നും ഒരു കഷ്ണവും ബാക്കിയില്ല. മക്കളും ഞങ്ങളൊക്കെയാണ് തിന്നു കഴിഞ്ഞു. ആ 1-2 വറ്റുണ്ടെങ്കിൽ തന്നെ ആ പാത്രം വേഗം മോരെടുത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു അനാഥയോട് എന്ന പോലെ പാത്രത്തിലെ എച്ചിലും പറ്റിപ്പിടിച്ച അവശിഷ്ടങ്ങളും തിന്നാൻ പറഞ്ഞ് ആജ്ഞാപിക്കുന്ന ഉമ്മയുടെ വാക്കുകൾ ഷിഫാനയുടെ നെഞ്ചിൽ ഒരു വലിയ മുറിവായി മാറി. അവൾ ഒന്നും മിണ്ടാതെ കണ്ണുനീർ ചോറിലേക്ക് ഇറ്റി വീഴാതെ അടുക്കി വെച്ച ആ ചോറ് വറ്റുകൾ പതുക്കെ അടിച്ചുകൂട്ടി കഴിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് നിയാസ് അകത്തേക്ക് വന്നത്. ഓഫീസിൽ ചില സാങ്കേതിക തടസ്സം കാരണം സൈറ്റ് വിസിറ്റ് മാറ്റിവെച്ചതുകൊണ്ടാണ് അവൻ സമയത്തിന് മുൻപേ വീട്ടിലേക്ക് എത്തിയത്. സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്ന അവൻ കേട്ടത് അടുക്കളയിൽ നിന്ന് ഉമ്മ ഷിഫാനയോട് ക്രൂരമായി സംസാരിക്കുന്ന വാക്കുകളായിരുന്നു. അതിൽ 2 വറ്റുണ്ടെങ്കിൽ അത് അവൻ തിന്നുകാണ്ടേ പാത്രം മോരെടുത്ത് വെക്ക്, കഷ്ണമൊന്നും ബാക്കിയില്ല. നിയാസ് ഞെട്ടിത്തരിച്ചു പോയി. അതെ, 1.5 കിലോ മന്തി കൊണ്ടുവന്നിട്ട് അവൾക്കൊരു പീസ് പോലും കൊടുക്കാതെ അവൻ അതിവേഗം അടുക്കളയിലേക്ക് നടന്നു ചെന്നു. അവിടെ കണ്ട കാഴ്ച അവൻ്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. അവൻ്റെ വിരലുകൾ വിറച്ചു. മേശപ്പുറത്ത് വലിയൊരു കാലി മന്തിപ്പാത്രം. അതിനു മുമ്പിൽ രാവിലെ മുതൽ പണിയെടുത്ത് തളർന്ന ഭാര്യ ഷിഫാന. അതെ, അതിലുള്ള വറ്റുകൾ പെറുക്കി തിന്നുന്നു. കഴിക്കാൻ ഒരൽപ്പം ഇറച്ചി കഷ്ണമോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ മയോണൈസോ അവിടെ ഇല്ലായിരുന്നു. അവളുടെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. നിയാസിൻ്റെ മനസ്സിൽ ഒരു വലിയ മിന്നൽ പിണർ കടന്നുപോയി. പടച്ചോനെ, ഞാൻ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് 1.5 കിലോ മന്തിയും എക്സ്ട്രാ എടുത്ത മധുരമുള്ള നല്ല ഹണി ചിക്കനുമാണ്. ഇത്രയും വലിയൊരു മന്തി ഓർഡർ ചെയ്തിട്ടും എൻ്റെ ഭാര്യയ്ക്കാകെ കിട്ടിയത് പാത്രത്തിൽ പറ്റിപ്പിടിച്ച് ഈ 2 ചോറ് വറ്റുകൾ മാത്രമാണോ? ഈ ഒരു കഷ്ണം ഇറച്ചി പോലും അവൾക്ക് കൊടുക്കാൻ വീട്ടിലുള്ളവർക്ക് മനസ്സ് വന്നില്ലേ? അവൻ്റെ ഉള്ളിൽ വൻ ഷോക്കായിരുന്നു. അവൻ ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. നിയാസിൻ്റെ തിരിച്ചുവരവ് ഉമ്മയോ റസിയോ പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെ അടുക്കള വാതിൽക്കൽ കണ്ട സുഹറ പെട്ടെന്ന് പരിഭ്രാന്തിയായി. നിയാസ്, ഏജന്റ് നേരത്തെ വന്നോ? സുഹറ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. നിയാസ് ഉമ്മയെ നോക്കിയില്ല. അവൻ നേരെ ഷിഫാനയുടെ അരികിലേക്ക് ചെന്നു. അവളുടെ കയ്യിലിരുന്ന ചോറ് പാത്രം അവർ പിടിച്ചു വാങ്ങി മേശപ്പുറത്തേക്ക് അവൻ വെച്ചു. ഷിഫാന, നീ എന്തേ തിന്നുന്നത്? നിയാസിൻ്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും അവൻ വിറക്കുകയായിരുന്നു. ഷിഫാന ഭയത്തോടെ തല താഴ്ത്തി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പറയടി ഷിഫാന, ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ചു വിട്ട 1.5 കിലോ മന്തി എവിടെ? ആ എക്സ്ട്രാ ഹണി ചിക്കൻ എവിടെ? നിനക്ക് കുടിക്കാൻ ഒരൽപ്പം വെള്ളമല്ലാതെ തിന്നാൻ ഈ വീട്ടിൽ വെറും എച്ചിൽ ചോറ് മാത്രമാണോ തന്നത്? നിയാസിൻ്റെ അലർച്ച വീടാകെ പ്രതിധ്വനിച്ചു. ഉമ്മ സുഹറ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് ഇടയിൽ കയറി. അത് നിയാസേ, അവൾ ഉറങ്ങുകയല്ലായിരുന്നടാ. ഞങ്ങൾ കുറേ വിളിച്ചു, ഓള് നീച്ചണ്ടേ? അതാ ഞങ്ങൾ തിന്നു കഴിഞ്ഞപ്പോൾ. മിണ്ടരുതുമ്മ, നിയാസ് ഉമ്മക്ക് നേരെ അലറി. അവൻ ഉമ്മയെ ഇത്രയും ഗൗരവത്തിൽ ഇതിനു മുമ്പ് നോക്കിയിട്ട് പോലില്ലായിരുന്നു. അവൾ ഉറങ്ങുകയായിരുന്നെന്നോ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ പടുകൂറ്റം വീട് മുഴുവൻ വൃത്തിയാക്കി തുണിയൊക്കെ അലക്കി വെച്ച് തളർന്ന് കിടന്നത് അവൾക്ക് വിശന്നിട്ട് അവൾ ഉറങ്ങിയത്. നിങ്ങളും റസിയുടെ 3 മക്കളും കൂടി വയറ് നിറച്ച് തിന്ന് തിമിർത്തപ്പോൾ ഈ വീടിൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ ഒരു പീസ് ഇറച്ചി പോലും നിങ്ങൾക്ക് കിട്ടിയില്ലേ ഉമ്മ? അവൾ പണം കൊണ്ടുവരാത്ത ഒരു ആളാണെന്ന് കരുതി ഈ വീട്ടിലെ എച്ചിൽ നിന്ന് ജീവിക്കേണ്ടവളാണോ? പറ ഉമ്മ. എന്നിട്ട് നിങ്ങളെല്ലാവരും കഴിച്ച ഈ പാത്രങ്ങളും ഈ ഒരു വേസ്റ്റ് അവൾ കഴുകി വെക്കും വേണം അല്ലേ? കണ്ണുകളിൽ നിന്ന് രോക്ഷത്തിൻ്റെ കണ്ണുനീരൊഴുകി. ഹാളിൽ നിന്ന് റസിയെ പോലും പേടിച്ചൊന്നും പുറത്തേക്ക് വന്നില്ല. സുഹ്റത്താത്ത അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഓള് നീച്ചാൽ ഞാൻ പാര കുറ്റ? നിയാസ് ഷിഫാനയുടെ കൈകൾ മുറുകെ പിടിച്ചു. എൻ്റെ മോളെ ഷിഫാന, നിന്നെ വീട്ടിലേക്ക് ഐശ്വര്യമായി കൊണ്ടുവന്നിട്ട് ഈ അഹങ്കാരികളുടെ മുന്നിൽ എച്ചിൽ തിന്നാൻ വിട്ടുകൊടുത്ത് എൻ്റെ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. നിയാസ് അവളെയും കൂട്ടി നേരെ മുറിയിലേക്ക് ചെന്നു. അവളുടെ വസ്ത്രങ്ങളും എല്ലാം പുസ്തകങ്ങളൊക്കെ അടങ്ങിയ ഒരു ബാഗ് എടുത്തു. നിയാസ്, നീ എന്തീ കാണിക്കുന്നത്? നീ മരുമകളെയും കൂട്ടി എങ്ങോട്ടാ പോകുന്നത്? സുഹറ വിറക്കുന്ന ശബ്ദത്തോടെ ഓടിയെത്തി. നിങ്ങൾ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരാണുമ്മ. സ്വന്തം മരുമകൾക്ക് ഒരു വയറ് നിറച്ച് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലാത്ത ഈ തറവാട്ടു മഹിമ എനിക്ക് വേണ്ട.
എനിക്ക് സ്വർണവും പണവുമുള്ള പെണ്ണിനെയല്ല വേണ്ടിയിരുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നൊരു പെണ്ണിനെയായിരുന്നു. അവളെ ഞാൻ എൻ്റെ തോളിലേറ്റി നോക്കിക്കൊള്ളാം. നിയാസേ, നീ എന്തേ പറയുന്നു? ഇല്ലമ്മ, ഞാൻ അവളുമായി പോവുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുകയാണ്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഞാൻ തരാം. ഉമ്മ പെങ്ങളും കുട്ടികളെല്ലാവരും കൂടി ഇനി അവളെ കൊണ്ട് ബുദ്ധിമുട്ടാകണ്ട. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഉമ്മയുടെ ചെലവിനുള്ള പണം കൃത്യമായി ബാങ്കിൽ വരും. പക്ഷേ ഇനി ഞങ്ങളെ നിങ്ങൾ തിരക്കി വരരുത്. നിയാസ് ഷിഫാനിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴും അവൾ വിചാരിച്ചിരുന്നത്, വേണ്ട, ഉമ്മയൊന്നും കഷ്ടപ്പെടുത്തണ്ട, വിഷമിപ്പിക്കണ്ടെന്നായിരുന്നു. അപ്പം നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കുഴപ്പമില്ലേ? ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞിരുന്നത്. ഇപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് എല്ലാം കണ്ടത്. ഷിഫാന, എന്നോട് ക്ഷമിക്കണം. എത്ര പ്രതീക്ഷയോടെയാണ് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നോട് ക്ഷമിക്കണം. ഞാനൊന്നും അറിഞ്ഞില്ല നിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. നീ ക്ഷീണിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം മോളെ. നിയാസ് ഷിഫാനയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. ഗേറ്റ് കടന്ന് അവർ അങ്ങനെ അതാ കാറിലേക്ക് അവൾ കയറി. അവൾ വീണ്ടും ഉമ്മയെ നോക്കി. എന്നാൽ ഈ സമയം ഉമ്മ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ഒരു കഷ്ണം അവൾക്ക് അവിടെ വെച്ചാൽ മതി, എന്നാൽ പിന്നെ ഈ ഒരു ഗുലുമാലൊന്നും ഉണ്ടാവില്ലായിരുന്നു. റസിയ ഉമ്മയോട് പറഞ്ഞു. നീയല്ലടി, നീയും മക്കളും തന്നെയല്ലേ ഒക്കെ കഴിച്ചത് എന്ന് പറഞ്ഞ് ഉമ്മയും അവളും തിരക്ക്. പിന്നിൽ ശൂന്യമായ ആ വലിയ വീട്ടിൽ മകനും മരുമകളും ഉപേക്ഷിച്ചു പോയ ആ അടുക്കളയിൽ ഉമ്മ സുഹറ കണ്ണീരോടെ തളർന്നിരുന്നു. പണത്തോടും സ്ത്രീധനത്തോടുമുള്ള ആർത്തി കാരണം സ്വന്തം മകൻ്റെ സ്നേഹവും സന്തോഷവുമാണ് ഞാൻ തല്ലിക്കെടുത്തിയത് എന്ന സത്യം സുഹറയെ ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു. എന്നാൽ കാറിലിരുന്നു കൊണ്ട് നിയാസിൻ്റെ ചുമലിൽ തലവെച്ച ഷിഫാനയുടെ കണ്ണുകളിൽ അപ്പോൾ ഭയമായിരുന്നില്ല, മറിച്ച് ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും ആത്മാഭിമാനവും വിരിഞ്ഞ പ്രതീക്ഷയുടെ പുതിയൊരു വെളിച്ചമായിരുന്നു. നിയാസിന് എല്ലാം മനസ്സിലായി. അതെ, ഇതുവരേക്കും ഞാൻ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ എല്ലാം അറിയുന്നത്. അപ്രതീക്ഷിതമായ എൻ്റെ വരവാണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. അല്ല എങ്കിൽ ഉമ്മ പലതും പറയുന്നതെല്ലാം തെറ്റിദ്ധരിച്ച് കേട്ട് ഞാൻ അവൾക്കെതിരെ എപ്പോഴും ചീത്ത പറയുമായിരുന്നു. തറവാട് വീടിൻ്റെ പടിയിറങ്ങി നിയാസിൻ്റെ കാറിലിരുന്നു കൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ഷിഫാനയുടെ ഉള്ളിൽ ഒരേ സമയം ഭയവും മറ്റൊരു ആശ്വാസവുമായിരുന്നു. ഇത്രനാൾ നെഞ്ചിലമർത്തി വെച്ചിരുന്ന വേദനകളും കണ്ണീരിൻ്റെയും ഭാരമെല്ലാം ആ യാത്രയിൽ അലിഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. ഓഫീസിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിന് മുമ്പിലാണ് നിയാസ് കാർ നിർത്തിയത്. ചെറിയൊരു വീട്, മുന്നിൽ പച്ചപ്പ് നിറഞ്ഞ ചെറിയൊരു മുറ്റം. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നിയാസ് ഷിഫാനയുടെ കൈകൾ ചേർത്തി പിടിച്ചു. ഷിഫ, ഇത് നമ്മുടെ വീടാണ്. ഇവിടെ നിന്നെ ശാസിക്കാൻ ആളുകളില്ല. നിന്റെ കണ്ണീര് വീഴാൻ ഇടവരുത്തുന്ന ആരും ഇവിടെയില്ല. ഇത്രയും നാൾ നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് മുമ്പിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിയാസിൻ്റെ ശബ്ദം വിറച്ചു. ഇല്ല നിയാസ്ക, എനിക്കൊരു സങ്കടവുമില്ല. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്. ഷിഫാന അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. അപ്പോഴേക്കും അതാ ഒരു ഡെലിവറി ബോയ് വരുന്നു, അവൾക്കുള്ള ഫുഡുമായിട്ട്. അതെ, അവൾക്ക് കിട്ടാത്ത ഹണി ചിക്കനും മന്തി റൈസും അവളുടെ മുന്നിൽ അവൻ തുറന്നു വെച്ചു. ഒരു നിമിഷം കണ്ണീരോടെ, എന്നാൽ അല്പം വിശപ്പുണ്ടായതുകൊണ്ട് അല്പം സന്തോഷത്തോടു കൂടെയും അവൾ അത് കഴിച്ചു. ആ ക്വാർട്ടേഴ്സിലെ ജീവിതം അവർക്ക് തികച്ചും മനോഹരമായ അനുഭവമായിരുന്നു. രാവിലെ രണ്ടുപേരും ഒരുമിച്ചാണ് എഴുന്നേൽക്കുന്നത്. അടുക്കളയിൽ ഷിഫാനയെ തനിച്ചാക്കാൻ നിയാസ് തയ്യാറായിരുന്നില്ല. ചായ ഉണ്ടാക്കാനും പച്ചക്കറികൾ അരിയാനും നിയാസും അവളോടൊപ്പം കൂടുമായിരുന്നു. സാറേ, എഞ്ചിനീയർ സാറ് പോയി വരാന്തിലിരിക്കെ, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ഷിഫാന ചിരിയോടെ പറയുമ്പോൾ, ഇവിടെ സാറുമില്ല ക്ലർക്കുമില്ല, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം എന്നും പറഞ്ഞ് നിയാസ് അവളെ ചേർത്ത് പിടിക്കും. തറവാട്ടിൽ വെച്ച് ഷിഫാന ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ ഉമ്മ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ഇവിടെ നിയാസ് അവളുടെ കൈപുണ്യത്തെ ആവോളം പുകഴ്ത്തി. ചെറുപയർ കറിയും പുട്ടുമൊക്കെ ഷിഫാന ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിയാസ് വയറു നിറയെ കഴിച്ച് ആസ്വദിച്ചു. പഠിക്കാൻ സമയമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഷിഫാനയ്ക്ക് വേണ്ടി നിയാസ് പ്രത്യേകമായി പഠനമുറി ഒരുക്കി കൊടുത്തു. അവൻ സ്വന്തം ശമ്പളത്തിൽ നിന്ന് അവൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും വാങ്ങിക്കൊടുത്തു. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞെത്തുമ്പോൾ അവർക്ക് സംശയമുള്ള പാഠഭാഗങ്ങൾ അവൻ പറഞ്ഞു കൊടുത്തു. നിയാസിൻ്റെ സ്നേഹവും പിന്തുണയും ഷിഫാനയുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടന്ന ബികോം ഫൈനൽ പരീക്ഷയിൽ ഉയർന്ന മാർക്കോടെയാണ് ഷിഫാന വിജയിച്ചത്. റിസൾട്ട് വന്ന ദിവസം നിയാസ് അവളെ ചേർത്ത് പിടിച്ച് മധുരം നൽകി. എന്നാൽ അതിനിടയിൽ അതാ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷ വാർത്ത അത് കടന്നു വരുന്നു. ആരെയും പേടിയില്ലാതെ ഇപ്പോൾ സുഖസുന്ദരമായി രാവിലെ പെട്ടെന്ന് ജോലികളെല്ലാം കഴിച്ച് ഫ്രീ ആയിരുന്ന ഷിഫാനയ്ക്ക് അതെ ഒരുപാട് സമയമുണ്ടായി. അവൾ ആരോഗ്യവതിയായി ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു.
നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചു. ക്ഷീണമില്ലാത്ത ഉറക്കമില്ലാത്ത രാവും പകലുകളും അവർക്ക് വേണ്ടി ഫ്രീ ആയി ഉണ്ടായി. അങ്ങനെ അതാ ഒരു സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഷിഫാന ഗർഭിണിയാണ് എന്നുള്ളത്. അതെ, അവൾ തൻ്റെ ഭർത്താവിനുള്ള ഇഷ്ടങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുത്തു. കാരണം അവൾ ക്ഷീണിതയല്ലായിരുന്നു. അവളിപ്പോൾ ഉഷാറുള്ളൊരു പെണ്ണായി മാറിക്കഴിഞ്ഞിരുന്നു. ജോലിഭാരം അവളെ തളർത്തിയിരുന്നില്ല. അവർ ഒരുമിച്ച് എല്ലാം ഷെയർ ചെയ്ത് എടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവരുടെ ദാമ്പത്യ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ആ സന്തോഷ വാർത്ത അവർ രണ്ടുപേരെയും കണ്ണീരണിയിച്ചു. അതെ, നിയാസ് ഷിഫാനിയെ വാരിപ്പുണർന്നു. തനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്നുള്ളൂ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ.